യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്ത് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്ത് ജീവിക്കുന്നു. ഇഹലോകത്ത് താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൽ ഘോരതര വിഷപല്ലു തകർത്താകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപല്ലു തകർത്താകയാൽ ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാൻ എന്നേക്കും ജീവിക്കയാം. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാം. മണ്ണിലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാം. ഇനി വിണ്ണിൽ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എന്നെ ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്ത് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്ത് ജീവിക്കുന്നു. ഇഹലോകത്ത് താരിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ, ഈ സഭയുടെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 4 ഞായറാഴ്ചകളായി ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വന്ന പലരുമുണ്ട്. ഓരോ ദിവസവും പുതിയ പ്രിയപ്പെട്ടവരാണ് കടന്നു വന്നത്. എന്നാൽ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തവരും ഉണ്ട് ഈ കൂട്ടത്തിൽ. ഇനിയും കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ക്ലാസ്സിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്. മരണവും മരണാനന്തര ജീവിതവും ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു പഠന പരമ്പരയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇവിടെ നടത്തിയത്. അത് അനേകർക്ക് അതൊരു പുതിയ തിരിച്ചറിവുണ്ടായി. വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന പലർക്കും ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ ദാസങ്ങൾ കൂടി അതെല്ലാം കേട്ടപ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ അത്
വളരെ സന്തോഷമുളവാക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റുവാൻ കഴിഞ്ഞുവെന്ന് അനേകർ വ്യക്തിപരമായിട്ട് എന്നോട് പറയുണ്ടായി. ഈ പഠനം വളരെ നാളുകളായിട്ട് ഞങ്ങൾ സഭയായി, വ്യക്തികളായി, കുടുംബങ്ങളായിട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ത്യാഗം സഹിച്ചാണ് ഇവിടെ കടന്നു വന്നത്. നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സാണ്. സ്വർഗം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നടക്കുന്നത്. ഈ ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സ്വർഗത്തെ കാണുവാനായിട്ട്, സ്വർഗത്തിൽ കൊണ്ട് ഇരുത്തുന്ന ഒരു ദിവസമായി ഇന്നത്തെ പകൽ മാറുവാൻ, ഈ സായങ്കാല സന്ധ്യ മാറ്റുവാനായിട്ട് കർത്താവിൻ്റെ ദാസനെ സഹായിക്കട്ടെ. നമുക്ക് ഏവർക്കും ആ പ്രിയദാസനോട് ഒരുമിച്ച് സ്വർഗത്തിലേക്കുള്ളൊരു യാത്ര നമുക്ക് ഈ നല്ല ഈവനിങ് സമയം നമുക്ക് ഉപയോഗിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ ക്ലാസ്സിനായിട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ചെറിക്കാക്കോട് സഭയിലെ സുവിശേഷനായിരിക്കുന്ന ബൈജു അഗസ്റ്റിൻ സഹോദരൻ കടന്നു വന്ന് ഇന്ന് ഇപ്പോൾ ഈ ക്ലാസ്സിനെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥനയിൽ നമ്മെ നയിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോട് കൂടി കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ബൈജു അഗസ്റ്റിൻ. സ്നേഹവാനത്തിനുമായ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അങ്ങയുടെ കാൽപാദത്തിൽ ഞങ്ങൾ വീഴുന്നു. ഞങ്ങൾ വീണ്ടെടുത്ത വിധങ്ങൾ, അങ്ങയുടെ മക്കളാക്കി തീർത്തതായിട്ടുള്ള അങ്ങയുടെ വലിയ കരുണ, അതെല്ലാം കർത്താവേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് ഓർക്കുവാനും അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സാധിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് പകലിലും സഭയായിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സാധിച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, ഇപ്പോൾ അങ്ങയുടെ ആ വചന പഠനത്തിനായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ 4 ആഴ്ചകളിലായിട്ട് അങ്ങയുടെ വചനം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് അങ്ങയുടെ വചനത്തിൽ നിന്നുള്ള സത്യങ്ങൾ, ആഴമേറിയ മുത്തുകൾ ഞങ്ങൾക്ക് നൽകി തരുവാനിടയായി. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ, അതിലുപരി കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ഞങ്ങൾ വീണ്ടെടുത്തതായിട്ടുള്ള വിധങ്ങൾ. കർത്താവെ, ആ നരകത്തിൻ്റെ ആ ഭീകരത ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അതിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ ഞങ്ങൾ വീണ്ടെടുത്ത സ്വർഗത്തിൻ്റെ മാധുര്യം ഞങ്ങൾക്ക് വാസ്തവമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങ് നൽകപ്പെട്ടതായിട്ടുള്ള രക്ഷ എന്ന് പറയുന്നത് എത്രയോ വലുതാണ്. കർത്താവെ, അത് അങ്ങയുടെ വചനത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കർത്താവെ, അതിനായിട്ട് സ്തോത്രം. പ്രിയദാസനെ അതിനായിട്ട് എടുത്ത് ഉപയോഗിച്ചു. കർത്താവെ, തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ഏറെ കഷ്ടപ്പെട്ട് കർത്താവെ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാനായിട്ട് കടന്നു. ഞങ്ങൾക്കും അത് ഏറ്റവും ഉപകാരമായി കർത്താവെ കേൾക്കുന്ന ജനത്തിനും കർത്താവെ അത് ആത്മീയ വർധനയ്ക്ക് കാരണമായി തീർന്നു എന്നുള്ളത് ഓർത്തും ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഇന്നും അങ്ങയുടെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങൾ ഇരിക്കുന്നു. യഹോവേ, അരുൾ ചെയ്യണമേ, ഞങ്ങൾ കേൾക്കുന്നു എന്നുള്ള മനോഭാവത്തോടെ കൂടെ ഇരുന്ന് അങ്ങയുടെ വചനം അങ്ങയുടെ പാദത്തിലിരുന്ന് പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പ്രിയദാസനെ കർത്താവെ എടുത്ത് ഉപയോഗിക്കണമേ, ആത്മാവിലാൻ നിറയ്ക്കണമേ, ആവശ്യമായിട്ട് ശാരീരിക ക്ഷമത നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഇനി വഴിയാത്രയിലായിരിക്കുന്നുവെങ്കിൽ അവരെയും എത്രയും വേഗം കൂട്ടി വരുത്തണം. ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുമുൻപാകിരിക്കുവാൻ ഞങ്ങൾക്ക് അനുവദിക്കണമേ. ശേഷിച്ച സമയം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ. ആത്മാവിൻ്റെ സഹായം ഞങ്ങൾക്കുണ്ടാകണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം. 4 ആഴ്ചയാണ് ഈ മീറ്റിംഗ് ക്രമീകരിച്ചത്. ഞാൻ ആവശ്യപ്പെട്ട ഒരാഴ്ച കൂടെ നീട്ടുകയായിരുന്നു. പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്തു, എനിക്കെടുക്കാൻ സമയം കിട്ടിയില്ല. എന്നാൽ ഇന്നുകൊണ്ട് ഏതാണ്ട് മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുണ്ടാകത്തക്കവണ്ണം ആ ക്ലാസ് എടുക്കാൻ ദൈവം അനുവദിച്ചതോർത്ത് സ്തോത്രം. താല്പര്യത്തോടെ കടന്നു വന്ന് ഈ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ഇങ്ങനെ ക്രമീകരിച്ച ഇവിടുത്തെ സ്ഥലസഭയോട് വളരെ നന്ദിയുണ്ട്. കടന്നു വരാനായിട്ട് ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചു. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഞാൻ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത കൊണ്ടും ഇതിൻ്റെ ഗൗരവം കൊണ്ടും ഈ വിഷയം മറ്റുള്ളവർ മനസ്സിലാക്കണം എന്ന ഒറ്റ ആഗ്രഹത്തിൽ, വേറെ ഒരു ആഗ്രഹത്തിലുമല്ല ഞാനിത് എഴുതി ഈ ബുക്കാക്കി. ആദ്യം എഴുതിയത് ഇംഗ്ലീഷിൽ തന്നെയാണ്. കാരണം ഇംഗ്ലീഷ് എഴുതിയത് ഇന്നത്തെ തലമുറയെ ഓർത്ത് ഞാൻ എഴുതിയത് ഇംഗ്ലീഷിലാണ്. അത് കേരളത്തിന് വെളിയിലുള്ള ആന്ധ്രാപ്രദേശ്, ബാംഗ്ലൂർ, അതുപോലെ ചെന്നൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ബുക്കുകൾ പോകാനായിട്ട് ഇടയായി മാറി. എന്നാൽ കേരളത്തിലുള്ള പലരും അത് മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞു. ഒരു അധ്യാപകൻ അത് മലയാളത്തിലോട്ട് മൊഴിമാറ്റം നടത്തി. മലയാളത്തിലെ ബുക്ക്
ഒരു 20 കോപ്പി ഒഴിച്ച് ബാക്കി മുഴുവൻ തീർന്നുപോയി. കുറച്ച് ഇംഗ്ലീഷ് കോപ്പി മാത്രമുണ്ട്. രണ്ടാമത് റീപ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ് മലയാളം കോപ്പി. കിട്ടാത്തവരുണ്ടെങ്കിൽ പ്രിയ പൗലോസ് മറക്കര ബ്രദറിനോട് ചോദിച്ചാൽ മതി. ആ ബുക്ക് നിങ്ങൾക്ക് റീപ്രിൻ്റ് ചെയ്യുമ്പോൾ താമസിയാതെ റീപ്രിൻ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഒന്നുകൂടെ അത് റീഎഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കൂടെ വന്ന പ്രിയ ലാൽ ബ്രദർ സഹോദരൻ, ഈ ബുക്ക് നമ്മുടെ ഇടയിലുള്ള ഒരുപാട് സെലിബ്രിറ്റീസ്, ഫിലിം വേൾഡിലും മറ്റ് സാഹിത്യ ലോകത്തിലൊക്കെയുള്ള അനേകരുടെ വീടുകളിൽ വ്യക്തിപരമായിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അവർ മരണശേഷം എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയാൻ വേണ്ടി. ഇത് നമുക്ക് നല്ലൊരു സുവിശേഷ ടൂള് കൂടെയാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ, അവരുടെ നിത്യത കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ അവർക്ക് ഈ ബുക്ക് കൊടുത്താൽ അവർ വായിക്കുമെങ്കിൽ അത് വളരെ സഹായമായി മാറും. ഈ ബുക്ക് ഒന്നുകൂടെ റീഎഡിറ്റ് ചെയ്ത് മലയാളം പ്രിൻ്റ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കിട്ടാത്തവർക്ക് അത് താമസിയാതെ എത്തിച്ചു തരാം. ഇംഗ്ലീഷ് കോപ്പികൾ വേണമെങ്കിലും പ്രിയ പൗലോസ് മറക്കര ബ്രദറിനോട് ചോദിച്ചാൽ മതി. അത് ഞാനിവിടെ എത്തിച്ചോളാം. നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ ഓർപ്പിച്ചു, ഞാൻ കുറേയൊക്കെ ഇതിനകത്ത് സ്കിപ്പ് ചെയ്തു. കാരണം ഈ പരിമിതമായ സമയം കൊണ്ട് ഈ ക്ലാസ് എടുത്ത് തീർക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം ഞാൻ എടുക്കുകയായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെയാണ് ഇന്ന് ഒരു വിശ്വാസിയുടെ പരമമായ അവൻ്റെ ഡെസ്റ്റിനി, അല്ലെങ്കിൽ അവൻ ചെന്നെത്തുന്ന സ്ഥലം സ്വർഗമാണ്, ഒരു പാപി ചെന്നെത്തുന്ന സ്ഥലം നരകമാണെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഫൈനൽ ഡെസ്റ്റിനി ഓഫ് എ ബിലീവർ ആൻഡ് ആൻ അൺബിലീവർ. ഒരു അവിശ്വാസി നിത്യനരകത്തിൽ ചെല്ലും, ഒരിക്കലും അവിടെ നിന്ന് വിടുതലില്ല. അതുപോലെ ഒരു വിശ്വാസി സ്വർഗത്തിൽ കടന്നു ചെല്ലും. നമ്മൾ ആ സ്വർഗം എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ. സ്വർഗം എവിടെയാണ്? നമ്മൾ മുകളിലാണോ പോയി താമസിക്കുന്നത് സ്വർഗം എന്ന് പറഞ്ഞാൽ, അതോ ഈ ഭൂമിയാണോ? ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ മറുപടി ഇന്ന് കണ്ടുപിടിക്കാനായിട്ട് വചനത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം അപഗ്രഥിച്ച് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് നോക്കാം. ക്രിസ്തുവിന് ഏതാണ്ട് 2000 ചില്ലുവാനം വർഷം മുമ്പാണ് പിരമിഡുകൾ പണിതത്. പിരമിഡുകളുടെ അകത്ത് യാരു എന്ന് പറയുന്ന ഒരു സ്വർഗത്തിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. ഒരു ഫെറിമാൻ, അതായത് കടത്തുന്ന ഒരു മനുഷ്യൻ ആത്മാക്കളെ അപ്പുറത്തെത്തിക്കുന്നു. ഏത് മതമെടുത്താലും, ഏത് വിശ്വാസ പ്രമാണങ്ങളും ഗോത്രങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെയൊക്കെ ഉള്ളിൽ സ്വർഗത്തിൽ ചെല്ലണം എന്നൊരു ചിന്തയുണ്ട്. സ്വർഗത്തെക്കുറിച്ചുള്ള വിവിധമായ വീക്ഷണം മനുഷ്യനുണ്ട്. ഉദാഹരണമായിട്ട് കമ്മ്യൂണിസം സമത്വമുള്ള ഒരു സാഹോദര്യമുള്ള ഒരു ലോകം കെട്ടിപ്പടുത്താനാണ് അവർ ചിന്തിച്ചത്. ഓണം സകലരും ഒരുപോലെ എല്ലാം ഉള്ള ഒരു ലോകത്തെക്കുറിച്ച് വിഭാവനം കണ്ടു. കവികളും അതുപോലെ തത്വജ്ഞാനികളൊക്കെ ഇങ്ങനെ ഒരു ലോകം വിഭാവനം ചെയ്തു. അതിൻ്റെ കാരണം അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്വർഗം എന്ന ചിന്ത, അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ചൊരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, ആത്മാവിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ അത് ഉണ്ടാകുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഇങ്ങനെയുള്ള തെളിവുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത് ഈ സ്വർഗം ഇത് ഒരു മിഥ്യയാണോ, ഇത് സത്യമാണോ, അതോ മനുഷ്യൻ്റെ വെറും ചിന്തയിൽ ഊരിത്തിരിഞ്ഞൊരാശയമാണോ? പലരും പറയുന്നുണ്ട് ഇത് വെറും ഒരു കൺസെപ്റ്റാണ്, മനുഷ്യൻ്റെ മനസ്സിൽ ഉള്ള ഒരു ചിന്ത മാത്രമാണ്, ആക്ഷരികമായി അങ്ങനെ ഒരു സ്ഥലമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ലോകത്തിലുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കട്ടെ, നമുക്ക് ഈ സ്വർഗം എന്നുള്ള ആ സ്ഥലം യാഥാർത്ഥ്യമാണെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാണ്. നമ്മുടെ ഭക്തിക്കും ജീവനും ആധാരമായതൊക്കെ നമുക്ക് നൽകിയെന്ന് പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ്.
ജീവനുള്ള പ്രത്യാശ. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. നമ്മുടെ ഉള്ളിൽ ദൈവം തൻ്റെ ആത്മാവിനെ നൽകിയിട്ടുണ്ട്. നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ അത്യാവശ്യമുള്ള ചില വാക്യങ്ങൾ മാത്രം എടുത്തു പോകാം, അല്ലെങ്കിൽ സമയം ഒരുപാട് എടുക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നോക്കിക്കട്ടെ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. ഈ ആയുസ്സിൽ മാത്രം, as if they have hope only on this world. ഈ ലോകത്തിൽ മാത്രമാണ് ആശ. എന്നാൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ് എന്ന് പറയുകയാണ്. നമുക്കറിയാം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഞാൻ ആ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഫിലിപ്പ് ലേഖനം 3:20 വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മളെ സ്വർഗീയ പൗരന്മാരാക്കിയത് കൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ അന്യരും പരദേശികളുമായി ജീവിക്കുകയാണ്. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. വലിയൊരാശ നമ്മുടെ ഉള്ളിൽ നൽകി, പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നൽകി. ആ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരത്തില്ല. ഭക്തന്മാരായവരൊക്കെ അവിടെ നോക്കി പാടിക്കൊണ്ടിരുന്നു. അവിടെ ചെല്ലാൻ വേണ്ടി അവർ വളരെ കൊതിച്ചു. എന്നാൽ നമ്മൾ ഓർക്കണം, ഈ ആയുസ്സിൽ മാത്രം ചിന്താഗതികളും ജീവിതം മുഴുവൻ സമർപ്പിച്ച് ജീവിച്ചിട്ടുള്ളവരുണ്ട്. അവരുടെ കാര്യം വളരെ ദുഃഖപൂർണം തന്നെ എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഈ സ്വർഗമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു സ്ഥലമാണോ? അതോ മനുഷ്യ മനസ്സിൽ പലരും പറയുന്ന പോലെ ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു ചിന്താഗതിയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കണം, ഈ സ്വർഗത്തെക്കുറിച്ച് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഏറ്റവും കൂടുതൽ സ്വർഗത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത്, ആ വാക്യങ്ങളിലൂടെ എടുക്കാൻ പോയാൽ ഇന്നത്തെ സമയം തീരത്തില്ല. അതുപോലെ വാക്യങ്ങൾ സ്വർഗത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ പഠിപ്പിച്ചത് യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ ഏതാണ്ട് എല്ലാ ബുക്കിലും ഏതാണ്ട് 550 റെഫറൻസിലും ഉണ്ടെന്നാണ് പറയുന്നത് ഈ സ്വർഗത്തെക്കുറിച്ച്. പഴയ നിയമത്തിൽ എല്ലാ ഗ്രന്ഥത്തിലും ദൈവത്തിൻ്റെ നിവാസമായി സ്വർഗത്തെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം ചില വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. അതിൻ്റെ പ്രാധാന്യത കൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനൊന്ന് ഓടിച്ചങ്ങ് പറഞ്ഞു പോകാം. മത്തായിയുടെ സുവിശേഷം 5:11-12 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു കൊള്ളുകയും. ഇവിടെ എനിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വളരെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളാൻ കർത്താവ് പറഞ്ഞു. ലൂക്കോസ് 6:22-23 പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കാൻ, റിജോയ്സ്, നിങ്ങൾ തുള്ളിച്ചാടിക്കോളാനാ പറയുന്നത് നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. മത്തായി 6:9 പ്രാർത്ഥിക്കാൻ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. മാത്രമല്ല 6-ാം അധ്യായം നോക്കിയിട്ട് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു. അത് ആശ്ചര്യമായ കാര്യമാണ്. 6:19 വാക്യം നോക്കിയാട്ടെ. 19-ാമത്തെ വാക്യം, പുഴുവും തുരുമ്പും കെടുക്കുന്ന കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം. ഈ ലോകജീവിതം കഴിഞ്ഞ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് അന്ന് കാണാൻ കഴിയും, നിങ്ങൾക്കത് അവകാശമാക്കാൻ കഴിയും. ഇതാര് പഠിപ്പിച്ചതാണ്? നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതാണ്. ഞാൻ ഓർപ്പിച്ചു, സ്വർഗം എന്നുള്ള വിഷയം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കർത്താവാണ്. നമുക്ക് വീണ്ടും കർത്താവിൻ്റെ ജീവിതത്തെ ഒന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം അധ്യായം നോക്കിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-ാം അധ്യായം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ഐ കെയിം ഡൗൺ ഫ്രം ഹെവൻ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു.
വീണ്ടും ലൂക്കോസ് 24 നോക്കാട്ടെ. ലൂക്കോസ് 24. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഈ ലോകത്തിൽ നമ്മുടെ രക്ഷ കർത്താവ് സാധിപ്പിച്ചു തന്നു. അതിൻ്റെ ശേഷം അവൻ സ്വർഗാരോഹണം ചെയ്യുന്നത് 24-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവൻ അവനെ അനുഗ്രഹിക്കൽ, അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. He was carried up to heaven. He came down from heaven. അവൻ അവരെ അനുഗ്രഹിക്കൽ, സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. അവൻ വന്നിടത്ത് മടങ്ങിപ്പോയി. ഇപ്പോൾ അവൻ എവിടെയാണ്? എബ്രായലേഖനം 8-ന്റെ 1-ാം വാക്യം നോക്കാട്ടെ. ഹീബ്രൂസ് 8:1. എബ്രായലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. നാം പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കർത്താവ് സ്വർഗത്തിലോട്ട് കരേറിപ്പോയി. സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ ആരോഹണം ചെയ്തിരിക്കുകയാണ്. ഇത് കർത്താവ് പറഞ്ഞ കാര്യമാണ്. സ്വർഗം മിഥ്യയാണ്, സ്വർഗം മനുഷ്യന്റെ മനസ്സിലെ ഒരു ധാരണയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ്. അവൻ സ്വർഗത്തിലേക്കാണ് പോയത്. അവിടെ ഒരു സ്ഥലമൊരുക്കുകയാണ്. ഒരു സ്ഥലം, എ പ്ലേസ്. ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ്. ഇറ്റ് ഈസ് എ ലിറ്ററൽ പ്ലേസ്. അതൊരു സ്ഥലമാണ്. സ്വർഗം ഒരു സ്ഥലമാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനം. അനേക വാസസ്ഥലങ്ങളുണ്ട്. സ്വർഗം പിതാവിൻ്റെ വാസസ്ഥലമാണ്. ആ വാസസ്ഥലം കർത്താവാണ് നമ്മളെ മനസ്സിലാക്കി തന്നത്. അവിടെ നമുക്ക് ഒരു ഭവനം ഒരുക്കാനായിട്ട് അവൻ പോകുകയാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വാക്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 16:9 നമുക്കുള്ള പണം കൊണ്ട്, ധനം കൊണ്ട്, റിസോഴ്സസ് കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഈ വാക്യത്തിൻ്റെ ആശയം പലർക്കും ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരത്തിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചു എന്തായി പറയുന്നത്. അനീതിയുള്ള മാമോൻ പണമാണ്. ഈ പണം കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളണം. നമുക്കുള്ള റിസോഴ്സസ് കൊണ്ട് സ്നേഹിതരെ ഉണ്ടാക്കണം. അവര് രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നമുക്ക് മുമ്പേ മരിച്ചുപോയെങ്കിൽ, they may receive you into an everlasting home. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ. അവർ നമുക്ക് മുമ്പേ അവിടെ പോയി. നാം മൂലം രക്ഷയിലേക്ക് വന്നവർ അവിടെ ഉണ്ടെങ്കിൽ they may receive you into an everlasting home. അവിടെ നിത്യഭവനത്തിൽ നിങ്ങളെ അവർ സ്വീകരിക്കും. മറുകരയിൽ കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അവരും കാണും. നമ്മളെ വിട്ടുപിരിഞ്ഞവരെ മറുകരയിൽ കാത്തു നിൽക്കുകയാണ്. ഇവിടെ പറയുന്ന വാക്യം അതാണ്. നിങ്ങൾക്കുള്ള റിസോഴ്സ് കൊണ്ട്, പണം കൊണ്ട് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളുക. അവർ രക്ഷിക്കപ്പെടട്ടെ. അവർ രക്ഷിക്കപ്പെട്ടാൽ, അവർ നിങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയെങ്കിൽ നിങ്ങളെ നിത്യഭവനത്തിൽ അവർ ചേർക്കും. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി തൻ്റെ പ്രാണനെ വിട്ടു, തൻ്റെ ജനത്തോട് ചേർത്തു. മറുകരയിൽ ഒരു കൂട്ടം ജനം നിൽപ്പുണ്ട്. സ്വർഗത്തിൽ കാത്തു നിൽപ്പുണ്ട്. നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ട്. നമുക്കുള്ള സമ്പത്ത് കൊണ്ട്, നമുക്കുള്ള കഴിവ് കൊണ്ട്, നമുക്കുള്ളത് കൊണ്ട് ചില ആത്മാക്കളെ നേടിയെടുത്താൽ നമ്മളെ നിത്യഭവനത്തിൽ സ്വീകരിക്കാൻ അവരും ഉണ്ടായിരിക്കും. വണ്ടർഫുൾ. എത്ര അത്ഭുതകരമായ കാര്യമാണ് കർത്താവ് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിയത്. ഇനിയും അടുത്ത ഒരു ചോദ്യം, ഈ സ്വർഗമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഇറ്റ് ഈസ്? സ്വർഗമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന് കർത്താവിൻ്റെ വാക്കുകളിലൂടെ തീർത്ത് നമ്മൾ കണ്ടു. ഒരിക്കലും നമ്മളെ കർത്താവ് തെറ്റായ ഒരു ടീച്ചിങ് തരത്തില്ല. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ മാത്രം എടുത്താൽ മതി. സ്വർഗം യഥാർത്ഥമായ ഒരു സ്ഥലമാണ്, തൻ്റെ പിതാവിൻ്റെ വാസസ്ഥലമാണ്. അവിടെയാണ് നമ്മളെ ചേർത്തുകൊള്ളുന്നത്. അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നുപോയിരിക്കുന്നത്. ഇനിയും ഇതെങ്ങനെയുള്ളൊരു സ്ഥലമാണ്? വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഇറ്റ് ഈസ്? ഞാൻ സാധാരണ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം എടുക്കാം.
സ്വർഗം എങ്ങനെയുള്ളൊരു സ്ഥലമാണെന്ന് സാധാരണ എടുക്കാത്തൊരു ഭാഗമാണ് ആവർത്തന പുസ്തകം 11-ാം അധ്യായം എടുത്തി. ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം. അവിടെ ഇസ്രായേലിന്റെ ദൈവം പ്രമാണങ്ങൾ കൊടുത്തിട്ട് അവരോട് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം നമുക്കറിയാം, ലേവ്യ പുസ്തകത്തിൻ്റെ ആവർത്തനമാണ്. മോവാബ് സമഭൂമിയിൽ വെച്ച് സീനായ് പർവ്വതത്തിൽ വെച്ച് കൊടുത്ത പ്രമാണങ്ങൾ ഒന്നുകൂടെ മോശെ ആവർത്തിച്ച് പുതിയ തലമുറയ്ക്ക് കൊടുക്കുകയാണ്. അവരോട് പറഞ്ഞ വാക്കാണ് 11-ാം അധ്യായത്തിൽ. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം നോക്കിയാട്ടെ. 13 നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പന ജാഗ്രതയോടെ അനുസരിച്ചാൽ താഴോട്ട് എന്തൊക്കെ അനുഗ്രഹം തരുമെന്ന് പറയുകയാണ്. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ബൈബിൾ തുറക്കുകയാണ്. കാരണം മലയാള ഭാഷയിൽ വിവർത്തനം ചെയ്തപ്പോൾ ഒരു വാക്ക് അവിടെ വിട്ടുപോയി. ഞാൻ ആ വാക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. ഈ 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, And it shall be that if you earnestly obey my commandment, നിങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധമായി എൻ്റെ വചനങ്ങളെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അതിലൊരു അനുഗ്രഹം ഞാൻ എടുക്കട്ടെ. അതിൻ്റെ 21. ആ 21-ാം വാക്യം മലയാള ബൈബിളിൽ അല്പം വിട്ടുപോയി. ഞാൻ ഇംഗ്ലീഷിൽ അത് വായിക്കാം. That your days and the days of your children may be multiplied in the land of which the Lord swore to your fathers to give them, like the days of heavens above the earth. Wonderful. നിങ്ങൾ എന്നെ അനുസരിച്ചാൽ, നിങ്ങൾ എൻ്റെ വാക്കുകൾ അനുസരിച്ചാൽ, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ജീവിക്കുമ്പോൾ ഞാനതൊരു സ്വർഗമാക്കി തീർക്കാം. I will make the days of your children and your days as the days of heaven above the earth. ഭൂമിക്ക് മീതെയുള്ള സ്വർഗം പോലെ ഞാൻ ആക്കാം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നിന്റെ കുടുംബത്തെ വേറെ ഒരു സ്വർഗമാക്കി ഞാൻ തീർക്കാം. കണ്ടോ, സ്വർഗം എങ്ങനെയുള്ള സ്ഥലമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും നല്ലത് എന്താണെന്നറിയാമോ? ഒരു കുടുംബമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു സർവേ നടത്തി ഏറ്റവും നല്ല വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇംഗ്ലീഷ് ഭാഷയിൽ ഉരുത്തിരിഞ്ഞു വന്നത് ഹോം. FB മേയർ എന്ന് പറയുന്ന വലിയ പണ്ഡിതനായ പ്രസിദ്ധനായ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് ഓഫ് ഹെവൻ? അദ്ദേഹം ഒരു സങ്കോചമില്ലാതെ പറഞ്ഞ മറുപടി ഞാൻ കുറിച്ചു വെച്ചു. മൈ കൺസെപ്റ്റ് ഓഫ് ഹെവൻ ഈസ് എ ഹാപ്പി ഫാമിലി. സ്വർഗമെന്ന് പറഞ്ഞാൽ എൻ്റെ വീക്ഷണത്തിൽ സന്തോഷകരമായ ഒരു കുടുംബം. ഭൂമിയിൽ കുടുംബം പോലെ നല്ല വേറെയൊന്നില്ല. എന്നെ പോലെ അംഗീകരിക്കുന്ന സ്ഥലം, എന്നെ സ്നേഹിക്കുന്ന ഒരു സ്ഥലം, എൻ്റെ കുറവുകൾ ഉണ്ടെങ്കിലും എന്നെ കരുതുന്ന സ്ഥലം, എനിക്ക് അംഗീകാരമുള്ളൊരു സ്ഥലം, സ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യം അനുഭവിച്ചറിയുന്നൊരു സ്ഥലമാണ് കുടുംബം. അവ സ്വർഗം പോലെ ആക്കി തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് നമുക്ക് ഒരു ധാരണ കിട്ടി. സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരു കുടുംബമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ വായിക്കുന്ന ആ സ്നേഹം എന്തെന്നുള്ളത് ഒരുപോലെ അനുഭവിച്ചറിയുന്ന ഒരു സ്ഥലം. എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായി ചോദിച്ചതാണ്. ഒരു മാതാവ് എന്നോട് ചോദിച്ചു, എൻ്റെ മക്കളെ എനിക്ക് മക്കളായിട്ട് അവിടെ കാണാനും എടുക്കാനും ഒക്കെ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ കൊടുത്ത മറുപടി ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മുടെ സ്നേഹം ആ സ്വയത്തിൻ്റെ സ്നേഹമാണ്. അന്ന് നമ്മൾ കർത്താവിനെ പോലെ ആയി മാറുമ്പോൾ ആ സ്നേഹം നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ സ്നേഹം നമ്മൾ എല്ലാവരോടും പങ്കുവെക്കുമ്പോൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമ്മളൊരു കുടുംബമായിരിക്കും സ്വർഗം. FB മേയർ പറഞ്ഞ പോലെ മൈ കൺസെപ്റ്റ് ഓഫ് ഹെവൻ ഈസ് എ ഹാപ്പി ഫാമിലി. നമ്മൾ അതുകൊണ്ടാണ് തിരുവചനത്തിൽ വായിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനം, എൻ്റെ പിതാവിൻ്റെ ഭവനം. ആ വാക്കാണ് കർത്താവ് പറഞ്ഞത്.
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നമ്മൾ ഓർക്കണം, നമ്മൾ ആരാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അധികാരം കിട്ടി. നാം അവൻ്റെ മക്കളും അവൻ നമ്മളുടെ പിതാവും. ആ പിതാവിനോടൊത്ത് നമ്മൾ ഒന്നിച്ചായിരിക്കുന്ന ഒരു പ്രതലമാണ് ഇവിടം സ്വർഗം. സ്വർഗം അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. രണ്ടാമത്, പാപത്തിൻ്റെതായ ഒരു കോൺസിക്വൻസും, പാപത്തിൻ്റെ ഫലമായി എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ദുഃഖം, രോഗങ്ങൾ, കണ്ണുനീര്, മരണം, എന്തിനു പറയുന്നു, ഈ ലോകത്തിൽ കാണുന്ന സകല പ്രശ്നങ്ങളും ഉടലെടുത്തത് മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലമാണ്. എന്നാൽ അതെല്ലാം മാറി അതില്ലാത്ത ഒരു സ്ഥലം. ഞാനിത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ 21 അധ്യായത്തിൽ നമുക്ക് ചില ഗ്ലിംസുകൾ കിട്ടും. 21 അധ്യായം. എന്നാൽ ആ ഭാഗത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പറയാം. 7 ദൈവത്തിൻ്റെ പൂർണ്ണ സംഖ്യയാണ്. നമുക്കറിയാം 7 ഈസ് ദ ഫുൾനെസ് ഓഫ് ഗോഡ്സ് നമ്പർ. യോഹന്നാൻ ഇവിടെ സ്വർഗം എങ്ങനെയാണ് എന്നല്ല പറഞ്ഞത്. നോക്കണേ, സ്വർഗം എങ്ങനെയാണെന്നല്ല പറഞ്ഞത്. 7 കാര്യങ്ങൾ താൻ എടുത്തു പറഞ്ഞു സ്വർഗത്തിൽ എന്തെല്ലാം ഇല്ലെന്നുള്ളത്. ഞാൻ അത് ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഈ 7 കൂട്ടം കാര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥലമുണ്ടോ? അത് സ്വർഗമാണ്. വളരെ വിശദമായി ചിന്തിക്കാം. എന്നാൽ ഞാൻ ഓർപ്പിച്ച പോലെ നമ്മുടെ സമയത്തിനുള്ളിൽ നിൽക്കേണ്ടിയുണ്ട്. കമ്പിവാചകം പോലെ പറഞ്ഞു പോകാം. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്ക് കൂടുതലായി പഠിക്കാം. 21 അധ്യായം 7 കാര്യങ്ങളാണ് പറയുന്നത്. 21 അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു, 1-ാമത്തെ ആകാശം 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. നോ മോർ സീ. ആശ്ചര്യമായി സമുദ്രമില്ല. ഇന്ന് ഭൂമിയുടെ ഏതാണ്ട് 2/3 ഭാഗം സമുദ്രമാണ്. ആശ്ചര്യമായി അന്ന് സമുദ്രമില്ലെന്നുള്ളത് മാത്രമല്ല, മറ്റൊരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നത്, ബൈബിള് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സമുദ്രം എന്ന് പറയുന്നത് ജനക്കൂട്ടത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. ലൂക്കോസ് 21:25 പറഞ്ഞു, കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം. തൃശ്ശൂർ ഇരിക്കുന്നവർ സമുദ്രമൊന്നും മുഴങ്ങി വരുന്ന കേൾക്കാൻ പോവുകയല്ല. പക്ഷെ എന്താ കർത്താവ് പറഞ്ഞേ? സമുദ്രത്തിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം ജനങ്ങൾ ഇളകി മറിയുന്നതിൻ്റെ ശബ്ദമാണ്. അങ്ങനെയാണോ? യെശയ്യാ 17 എടുത്തു നോക്കി. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കിനോട് ചേർത്ത് അതൊന്ന് വായിച്ചാൽ മതി. കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ, യെശയ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യം നോക്കിക്കാട്ടെ. 17-ന്റെ 12-ഉം 13-ഉം വാക്യം. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിൻ്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരിക്കുന്നു. ലോക ജനതയുടെ ഇരച്ചിൽ, വിപ്ലവങ്ങൾ, ബഹളങ്ങൾ, അത് ഈ ഇളക്കം കർത്താവ് പറഞ്ഞ പോലെ ഓളത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഞാൻ വിശദീകരിക്കാതെ പറയട്ടെ, പ്രവചനം പ്രസംഗിക്കുന്ന ഒരു വിദ്യാർത്ഥി, വേദവിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അന്ത്യക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെയാണ്. വെളിപാട് ദിവസം 13:1 സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നു. ഇളകിമറിയുന്ന, ലോകത്തിൽ സ്വസ്ഥതയില്ലാതെ വരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സമാധാനം വാഗ്ദത്തം ചെയ്ത് ഒരുവൻ എഴുന്നേറ്റ് വരും, ഒരു രാഷ്ട്രീയ നേതാവ്. വെളിപാട് 13:1 ഒരു സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നു. ആ സമുദ്രം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ലോക ജനതയാണ്. വെളിപാട് 17:15 നീ കണ്ട വെള്ളം വംശങ്ങൾ, പുരുഷാരങ്ങൾ, ജനങ്ങളാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം അങ്ങ് വിടാം. നമ്മുടെ കർത്താവ് 2 പ്രാവശ്യം സമുദ്രത്തിന്മേൽ ശിഷ്യന്മാരുടെ അടുക്കൽ ചെല്ലുന്നത് വായിക്കുന്നു. ഞാൻ എടുത്തു വായിക്കാതെ പറയാൻ പോവുകയാണ്. കാരണം നമ്മൾ 7 കൂട്ടം കാര്യം ഒന്ന് ഓടിച്ചു നോക്കണമല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ
35 തൊട്ട് 41 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ഒന്നാമത്തെ ഇൻസ്റ്റൻസ്, കർത്താവ് സമുദ്രത്തിൽ ആ ബോട്ടിൽ തലയണ വെച്ച് അവൻ സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഓളങ്ങളും തിരമാലകളും ഉണ്ടായി. കപ്പൽ മുങ്ങിപ്പോകുമോ എന്ന് ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവരാകുലപ്പെട്ടപ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, അവൻ എഴുന്നേറ്റ് 4-ാം അധ്യായത്തിൻ്റെ 35 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവന് പറഞ്ഞു, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക. ഇംഗ്ലീഷിൽ വായിച്ചാൽ പീസ് ബി സ്റ്റിൽ. ഇളകിമറിഞ്ഞ സമുദ്രത്തെ ശാന്തമാക്കി. ഇതാ കർത്താവ് ഇന്ന് ചെയ്യുന്നത്. എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ആ ശാന്തത നിന്നിരിക്കുകയാണ്. എന്ത് സംഭവിക്കട്ടെ, ലോകത്തിൽ എന്ത് സംഭവിക്കട്ടെ, കർത്താവ് ആ പടകിലുണ്ട്. അവൻ ശാന്തത തരുന്നു. 2-ാമത്തെ പ്രാവശ്യം മത്തായി 14:22 തൊട്ട് 33 വരെയുള്ള വാക്യമാണ്. കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് അവൻ മലയിലേക്ക് കരേറിപ്പോയി പ്രാർത്ഥിക്കാൻ. അന്നേരം അവൻ ബോട്ടിലില്ലേ. വീണ്ടും അവിടെ കാറ്റടിച്ച് ഈ കപ്പൽ മുങ്ങുമോ എന്ന് കരച്ച് അവർ ഭയപ്പെട്ടപ്പോൾ തേണ്ട നടന്നു വരുന്നു അവരുടെ അടുക്കലോട്ട് കർത്താവ്. ഇത് നമ്മൾ ഓർക്കണം, ഇത് നടക്കാൻ പോകുന്നത് കർത്താവിൻ്റെ 2-ാം വരവിലാണ്. ഈ ലോകത്തിൽ ശാന്തത അവൻ കൊണ്ടുവരുന്നത് അവൻ്റെ 2-ാം വരവിലാണ്. ഇന്ന് അവൻ നമ്മുടെ മനസ്സിന് ശാന്തത തരുമ്പോൾ ഇനിയും അവൻ വന്ന് ലോകത്തിൽ സമാധാനം തരും. നമുക്ക് 2-ാമത്തെ കാര്യം നോക്കാം. വെളിപാട് പുസ്തകം 21:4 ഓടിച്ചു നോക്കാം, ക്ഷമിക്കണേ, അല്പ സ്പീഡിൽ പോകാൻ പോവുകയാണ്. 21:4 വാക്യം, 21:4 അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇംഗ്ലീഷിൽ വായിച്ചാൽ നോ മോർ സോറോ, ഇനി ദുഃഖമില്ല. യോബ് 14:1 എന്താ വായിക്കുന്നതെന്നറിയാമോ? യെസ്, സ്ത്രീ പ്രസവിച്ച പുരുഷൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. അവൻ്റെ സന്തോഷങ്ങളൊരു വശത്തും ദുഃഖങ്ങളൊരു വശത്തും വെച്ച് വേ ചെയ്ത് നോക്കിയാൽ, തൂക്കി നോക്കിയാൽ അവൻ്റെ സങ്കടങ്ങളായിരിക്കും കൂടിയിരിക്കുന്നത്. അവൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെ രാജ്യത്തിൽ നോ മോർ സോറോസ്, ദുഃഖമെന്ന് പറയുന്നത് കാണത്തില്ല. ഞാൻ അവിടെ നിർത്തുന്നു. 21:4 വാക്യം, 21:4 വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ അവൻ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. നോ മോർ ക്രൈ. എന്തിനു വിശദീകരിക്കണം? നമ്മളൊരു ക്യാൻസർ വാർഡിൽ ഒരു രോഗികൾ കിടക്കുന്ന സ്ഥലത്ത് വേദന കൊണ്ട് പുളയുന്നവരെ, എന്തിനു പറയുന്നു, ഈ ന്യൂസ് കണ്ടാൽ തന്നെ ചിലപ്പോൾ ഞാൻ കാണത്തില്ല. വാട്സപ്പിലൊക്കെ ചിലത് നോക്കുമ്പോൾ ഞാൻ അത് ഓഫ് ചെയ്ത് കളയാം, അല്ലെ അത് മാറ്റിക്കളയും, എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മനുഷ്യൻ കരയുന്ന. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംഭവിച്ചത് നിങ്ങൾക്കറിയാം. ഒരു മകന്, ഒരപ്പൻ, സ്വന്തം വീട് പോലും ഇല്ല, ഒരു ഹോട്ടലിൽ നടത്തി ജീവിക്കുന്നവരാണ് അപ്പനും അമ്മയും. മകന് ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്, അവന് ബൈക്ക് വേണം. അയാളെ നിർബന്ധിച്ച് 12 ലക്ഷം രൂപയ്ക്ക് ഒരു ബൈക്ക് മേടിച്ചു കൊടുത്തു. അടുത്തായിട്ട് അവൻ തുടങ്ങി, എനിക്ക് 50 ലക്ഷത്തിൻ്റെ വേണം. ഒരു വിധത്തിൽ, സ്വന്തം വീട് പോലും ഇല്ല, ഒരു വിധത്തിൽ ഈ പിതാവിന് ജീവിക്കാൻ വയ്യ. ഒരു പാരയെടുത്ത് അവൻ്റെ തലയ്ക്കടിച്ചു. ആ മകൻ മരിച്ചുപോയി. ആ കുടുംബം തീർന്നില്ലേ? കണ്ണുനീരല്ലാതെ ഒന്നുമില്ല ഈ ലോകത്തിൽ. എന്നാൽ അന്ന് കണ്ണുനീരില്ല. വീണ്ടും അവിടെ വായിക്കുന്നു 4-ാം വാക്യത്തിൽ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നോ മോർ പെയിൻ, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത. 5-ാമത് വായിക്കുന്നത് നോ മോർ കേഴ്സ്, 3-ാം വാക്യത്തിൽ, ഇനി ശാപം ഉണ്ടാകത്തില്ല. ഇനി 22:5 വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ രാത്രിയില്ല. നോ മോർ നൈറ്റ്. ഈ രാത്രി എന്നുള്ളത് ബൈബിളിൽ വളരെ ദീർഘമായി പഠിക്കാൻ കഴിയും.
നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു 1 തെസ്സലോനിക്കർ 5:7, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. ദുഷ്ടജീവികളൊക്കെ എഴുന്നേൽക്കുന്നത് രാത്രി സമയത്താണ്. ദുഷ്ടന്മാർ പ്രവർത്തിക്കുന്നതും രാത്രി സമയത്താണ്. രാത്രിയിലെ ഭയത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. രാത്രിയില്ല. ഹെവൻ ഈസ് എ പ്ലേസ് വെർ ദർ ഇസ് നോ നൈറ്റ്. സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്തിൽ ഇരുട്ടില്ല, അവിടെ വെളിച്ചമേ ഉള്ളൂ. കുറച്ചുകൂടെ നമുക്ക് അല്പം കഴിയുമ്പോൾ ചിന്തിക്കാം. അവസാനം നമ്മൾ നോക്കുക, അവിടെ എന്തുകൊണ്ടാണ് രാത്രി ഇല്ലാത്തത്? നമുക്ക് രാത്രി വേണം. ഒരു പകൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ രാത്രി വിശ്രമിക്കാൻ, നമുക്ക് വിശ്രമിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ നമ്മുടെ പുനരുത്ഥാന ശരീരത്തിൽ ക്ഷീണമില്ല. രാത്രി വേണ്ട. ക്ഷീണിക്കാത്തൊരു ശരീരത്തിൻ്റെ ഉടമയായി മാറും. 4-ാം വാക്യത്തിൽ വായിക്കുന്നു, മരണമില്ല. ലോകത്തിലെ ഏറ്റവും കടുപ്പമേറിയത് മരണമാണ്. മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ഒരു മനുഷ്യനും വിട്ടു പോകുവാൻ കഴിയില്ല. ഉത്തമഗീതം 8:6 അത് വായിക്കുന്നുണ്ട്. എന്നാൽ അന്ന് മരണത്തെ മാറ്റിക്കളയും. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. 1000 ആണ്ട് വാഴ്ചയുടെ അവസാനത്തിൽ മരണത്തെ മാറ്റും. യെശയ്യാപ്രവചനം 25:8 വായിക്കുന്നുണ്ട്, മരണത്തെ അവൻ മാറ്റിക്കളയും. മരണം ഇല്ല. അടുത്തായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, നമ്മൾ ഓർക്കണം, വിൽ വി റെക്കഗ്നൈസ് ഈച്ച് അതർ ഇൻ ഹെവൻ? സ്വർഗത്തിൽ നമ്മൾ അന്യോന്യം തിരിച്ചറിയുമോ? പൗലോസ് മറക്കരെ ഞാനും അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമോ? എൻ്റെ സഹോദരന്മാരെ, എൻ്റെ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവിനെ മാതാവിനെയൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമോ? തിരിച്ചറിയാൻ കഴിയും. അതിനെന്താ തെളിവ്? സ്വർഗത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ഞാൻ ചില തെളിവുകൾ പറയാൻ പോവുകയാണ്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം ഇത് പഠിപ്പിച്ചത് കർത്താവാണ്. അത് ഒരു ഉപമയല്ല, അതൊരു സംഭവ കഥയാണ്. സംഭവമാണ്. ലാസർ എന്ന് പേരുള്ള ഒരുവൻ ഉണ്ടായിരുന്നു. ധനവാൻ എന്ന് പറയുന്ന ഒരുവൻ ഉണ്ടായിരുന്നു. ഒരു ഉപമ എങ്ങനെ പറയത്തില്ല, അത് സംഭവമാണ്. കർത്താവിൻ്റെ കാലത്ത് തന്നെ സംഭവിച്ച മരണമാണ്. അതിനെ ആസ്പദമാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 16-ന്റെ 22-ഉം 23-ഉം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പാതാളത്തിൽ പോയൊരു പാപിയാണ് ഈ ധനവാൻ. ആ പാപിക്ക് അബ്രഹാം പിതാവിനെ തിരിച്ചറിയുവാനും അവൻ്റെ മടിയിൽ ലാസറിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു എങ്കിൽ, ഈ പാതാളത്തിൽ കിടക്കുന്ന ധനവാന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ സ്വർഗത്തിൽ പോയ നമ്മൾ തിരിച്ചറിയില്ലേ? സ്തോത്രം. നമ്മൾ തിരിച്ചറിയും. ഹെവൻ ഈസ് പ്ലസ് നോട്ട് മൈനസ്. സ്വർഗം പ്ലസ് ആണ്, മൈനസ് അല്ല. 2 മറുരൂപമല. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, മറുരൂപമലയിൽ അവിടെ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു. പത്രോസിനും യാക്കോബിനും യോഹന്നാനും പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ഓർക്കണം, അവിടെ മോശ മരിച്ചിട്ട് 1500 വർഷം കഴിഞ്ഞു. 1500 വർഷം. ഏലിയാവ് മാറ്റപ്പെട്ടിട്ട് 900 വർഷം കഴിച്ചു. നോക്കിയേ, 1500 വർഷം മുമ്പ് മോശ, 900 വർഷം മുമ്പ് ഏലിയാവ് പോയി. അവർ രണ്ടുപേരും കൂടെയാണ് മറുരൂപമലയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ യാക്കോബിനോടും പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ ഇത് മോശയും ഏലിയാവുമാണെന്ന് പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തില്ല. അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി ഇത് മോശയും ഏലിയാവുമാണ്. ഞങ്ങൾ മോശയ്ക്കും ഏലിയാവിനും ഒരു കുടിലുണ്ടാക്കട്ടെ എന്നാണ് അവർ ചോദിച്ചത്. അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞു. വീണ്ടും വളരെ ശക്തമായൊരു തെളിവ് ലൂക്കോസിന്റെ സുവിശേഷം 10:20 കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ സന്തോഷിക്കാൻ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പുതിയ നിയമസഭയുടെ എബ്രായ ലേഖനം 12:23 വായിക്കുന്നുണ്ട്, ആ സഭയുടെ പേര് സ്വർഗത്തിലുണ്ട്. സഹോദരന്മാരെ, ഞാൻ എൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കും.
അവ എൻ്റെ ശബ്ദം കേൾക്കും. അത് യോഹന്നാൻ 10:3 കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് വിളിക്കുമ്പോൾ എൻ്റെ വ്യക്തിത്വമാണ്, ഞാനാണ് അവിടെ ചെല്ലുന്നത്. എൻ്റെ പേര് വിളിക്കുമ്പോൾ വേറൊരാളല്ല, എൻ്റെ പേര് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഞാൻ ആരാണ്, ആ വ്യക്തിയാണ് എൻ്റെ പേര് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് അവിടെ ഞാൻ ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ചിന്തിച്ചു, പുനരുത്ഥാന ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടത്തില്ല. വ്യക്തിത്വം ദൈവം തന്നിരിക്കുന്നതാണ്, അത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്, അതൊരിക്കലും ഇല്ലാതെ പോകില്ല. 4, സ്വർഗം ഭവനമാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനം. നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ നമുക്കറിയത്തില്ലേ? നമുക്ക് അന്യോന്യം അറിയാം. 5, തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നൊരു കാര്യം കാണിച്ചോട്ടെ. 1 തെസ്സലോനിക്ക 2-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് അവരുടെ പിതാവും മാതാവുമായിരുന്നു. തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ പിതാവും മാതാവുമായിരുന്നു പൗലോസ് അവരെ കാണാൻ കൊതിച്ചു. സാത്താൻ പല തടസ്സങ്ങളുണ്ടാക്കി. 1 തെസ്സലോനിക്ക 2:17-18 വാക്യം നോക്കിയാട്ടെ. 2:17-18 വാക്യം. സഹോദരന്മാരെ, ഞാൻ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞു. ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അവരെ അടുക്കൽ ചെല്ലാൻ പൗലോസിനെ തടുത്തു സാത്താൻ. പൗലോസ് അവരോടൊരു കാര്യം പറയുന്നു. 19 വാക്യം നോക്കി. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാണ്? നിങ്ങളല്ലയോ? നിങ്ങൾ തന്നെ ഞങ്ങളുടെ മഹത്വം സന്തോഷവും നിങ്ങളാണ്. പൗലോസ് ജീവിച്ചിരിക്കുമ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളെ കാണാൻ ശ്രമിച്ചു. സാത്താൻ തടഞ്ഞു. നിരാശപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, കർത്താവിൻ്റെ വരവിൽ അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ സന്തോഷം നിങ്ങളായിരിക്കും. അവിടെ തിരിച്ചറിയും. പൗലോസിൻ്റെ പ്രയത്നം കാണും. പൗലോസ് മൂലം രക്ഷിക്കപ്പെട്ടു വന്ന ഇവരെ അവിടെ കണ്ട് സന്തോഷിക്കുമ്പോൾ നിങ്ങളാണ് എൻ്റെ മഹത്വം, എൻ്റെ സന്തോഷവും. അവിടെ ആ തെസ്സലോനിക്ക വിശ്വാസികളെ പൗലോസിന് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ, പരസ്പരം തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കിന് അർത്ഥമില്ല. അവിടെ തീർച്ചയായിട്ടും തിരിച്ചറിയും എന്നുള്ളത് തെളിയുകയാണ്. 2 ശമൂവേൽ 12:23 വാക്യം ഞാൻ വായിക്കുന്നില്ല. ബത്ശേബയിൽ ജനിച്ച കുഞ്ഞ് ദാവീദിന് മരിച്ചു. ദാവീദ് പറഞ്ഞു, ഇനി അവൻ എൻ്റെ അടുക്കലേക്ക് വരത്തില്ല, ഞാൻ അവൻ്റെ അടുക്കലേക്ക് ചെല്ലും. അതുപോലെ തന്നെ യോസേഫ് മരിച്ചുവെന്ന് യാക്കോബിന് അറിവ് കിട്ടി. യാക്കോബ് ദുഃഖിച്ചു. യാക്കോബ് പറഞ്ഞു, ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കലോട്ട് ഞാൻ ഇറങ്ങിച്ചെല്ലും. എൻ്റെ സഹോദരന്മാരെ, ഹെവൻ ഈസ് എ പ്ലേസ് ഓഫ് റീയൂണിയൻ. വണ്ടർഫുൾ. നമ്മളെ വിട്ടുപിരിഞ്ഞവരെ നമ്മളവിടെ കാണും. 2 വർഷം മുമ്പ് എൻ്റെ മകൻ കടന്നുപോയി. എൻ്റെ സമാധാനം ഞാൻ അവനെ കാണും. അവിടെ വെച്ച് കാണും. വീണ്ടും സ്വർഗത്തിലൊരു റീയൂണിയൻ ഉണ്ട്. യാക്കോബ് ആശ്വസിച്ചത് അവിടെ ചെന്ന് കാണും. ദാവീദ് ആശ്വസിച്ചത് ഞാൻ അവിടെ ചെന്ന് എൻ്റെ മകനെ കാണും. പൗലോസ് തെസ്സലോനിക്ക വിശുദ്ധന്മാരെ കാണുവാൻ ആഗ്രഹിച്ചു, സാധിച്ചില്ല. എന്നാൽ അന്ന് കർത്താവിൻ്റെ വരവിൽ നിങ്ങളെ കാണും. അന്ന് നിങ്ങൾ എൻ്റെ പ്രശംസയും സന്തോഷവുമാണ്. നമ്മൾ സ്വർഗത്തിൽ നമ്മുടെ വ്യക്തികളായി നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണും. ലോകത്തിൽ പലരും ചിന്തിക്കുന്നു, എല്ലാം കൂടെ ചെന്ന് ആ ദൈവത്തിൽ അങ്ങ് ലയിക്കുകയാണ്. അങ്ങനെ ഒരു ടീച്ചിങ് ഉണ്ട്. വേറെ ഒരു ടീച്ചിങ് ഇൻകാർണേഷൻ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് വേറെ എന്തെങ്കിലും ജീവികളായിട്ടുണ്ടാകുകയാണ്. ചിലർ പറയുന്നു ഇല്ല, തീരുകയാണ്, ഇതോടുകൂടെ തീരും, മരണമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ബൈബിൾ നമ്മളെ പഠിപ്പിച്ചു, നമ്മുടെ വ്യക്തിത്വം മരണശേഷം നിലനിൽക്കും. നമ്മളെ വിട്ടുപിരിഞ്ഞവരെ നമ്മൾ കാണും.
യോബിൻ്റെ വാക്കുകൾ നമുക്കറിയാം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അത് ഇംഗ്ലീഷ് ബൈബിളിലാണ്. കുറച്ചുകൂടെ വ്യക്തമായി അത് എഴുതിയിരിക്കുന്നത്. ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതും പറയാം. 19-ാം അധ്യായം, ആ 19-ാം അധ്യായത്തിൻ്റെ 25, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നെന്നും ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം എൻ്റെ ദേഹ സഹിതനായി, that in my flesh I will see God. എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജഡത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. എന്തൊരു പ്രത്യാശയാണ്! യോബിന് പ്രത്യാശ ഉണ്ടായിരുന്നു. യോബിനൊക്കെ ഈ പ്രത്യാശ എങ്ങനെ വന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. എൻ്റെ സഹോദരന്മാരെ, ലോകത്തിൽ എന്നാൽ വേറെ ഒരു കൂട്ടരുണ്ട്. അവരെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ലോകത്തിൽ ഇന്ന് ഏറിയ പങ്കും അങ്ങനെയാണ്. വായിക്കാതെ പോയാൽ ശരിയല്ല. സങ്കീർത്തനം 17 നോക്കിക്കാട്ടെ. സങ്കീർത്തനം 17, അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. സങ്കീർത്തനം 17 അതിൻ്റെ 13-ാം വാക്യം നോക്കിക്കാട്ടെ. 13-ാം വാക്യം, യഹോവേ, എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ടും ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തുനിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ. ഇംഗ്ലീഷിൽ ഞാനൊന്ന് പറയാം. From men of the world who have their portion in this life. Men of the world who have their portion in this life. ഈ ആയുസ്സിൽ ഓഹരിയുള്ള മനുഷ്യരെ. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് 15-ാം വാക്യം, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഈ ആയുസ്സിൽ ഓഹരി വച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് ഓഹരി ആയുസ്സിലാണ്. ഞാൻ ഉണരുന്നൊരു ദിവസമുണ്ട്, അന്ന് നിന്റെ മുഖം കണ്ട് ഞാൻ തൃപ്തനാകും. യോബ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്റെ മുഖം കാണും എന്നുള്ളത് യോബ് പറഞ്ഞു. എൻ്റെ സഹോദരന്മാരെ, നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉറങ്ങുന്നത് ശരീരം മാത്രമാണ്. ആ ശരീരം ഉണരും. ലാസറിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ ഓർക്കണം, ഇന്ന് എന്നോട് ചിലർ ചോദിച്ച ചോദ്യത്തിനകത്തുമുണ്ട്. ഞാനൊന്ന് ചില ക്ലാസ്സിൽ നമ്മളൊക്കെ എടുത്തത് പലതും ചോദ്യം വന്നിട്ടുണ്ട്. എനിക്ക് അതെല്ലാം കൂടെ എടുക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കുകയില്ല. ഡു ദ സെയിൻസ് ഗോ ടു ഹെവൻ ഇമ്മീഡിയറ്റ്ലി അറ്റ് ഡെത്ത്? ഈ സ്വർഗത്തിലോട്ട് വിശുദ്ധന്മാർ മരിക്കുന്ന ഉടനെ പോകുമോ? നമ്മൾ സ്വർഗത്തെക്കുറിച്ച് കണ്ടു. സ്വർഗം യഥാർത്ഥമാണെന്ന് കണ്ടു. സ്വർഗത്തിൽ കർത്താവുണ്ടെന്നും പിതാവുണ്ടെന്നും നമ്മളെ വിട്ടുപിരിഞ്ഞവരൊക്കെ അവിടെ ഉണ്ടെന്നും നമ്മൾ കണ്ടു. അവരെ തിരിച്ചറിയുമോ? തിരിച്ചറിയും. നമ്മൾ ചിലരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നാൽ അവർ സ്വർഗത്തിൽ നമ്മളെ സ്വീകരിക്കും. ദേ വിൽ വെൽക്കം അസ്. നമ്മുടെ പ്രിയപ്പെട്ടവർ അപ്പുറത്തുണ്ട്. നമ്മളെ വിട്ടുപിരിഞ്ഞവർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മരിക്കുന്ന അന്നേരം തന്നെ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമോ? കൊരിന്ത്യർ ലേഖനം എന്ന് എടുക്കുക. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. ഏറ്റവും മനോഹരമായ വാക്യം അതാണ്. നമുക്ക് വീട്ടിലിരുന്ന് ധ്യാനിക്കാൻ സന്തോഷം തോന്നുന്ന ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം നോക്കിക്കാട്ടെ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. ഞാൻ പറയുന്ന 2 വാക്യം നോക്കിയാൽ മതി. 6-ാം വാക്യം, ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു. 8-ാം വാക്യമോ, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടു ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുന്നു. ആ 2 വാക്യങ്ങളൊന്ന് ചേർത്ത് വായിച്ചേ. ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോട് അകന്ന്, ശരീരം വിട്ടാൽ കർത്താവിനോട് കൂടെ. വണ്ടർഫുൾ. ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് അകന്നാണ്. ശരീരം വിട്ടുകഴിഞ്ഞാൽ കർത്താവിനോട് കൂടെയാണ്. ജയൻ ഡാർബിയോട് ചോദിച്ചു, മരണത്തിൽ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചു. ഡാർബി പറഞ്ഞു, എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നോടുകൂടെ, ഞാൻ ഈ ശരീരം വിട്ടാൽ ഞാൻ കർത്താവിനോടുകൂടെ. യെസ്, ഇവിടെ അതാണ് പറഞ്ഞത്. ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോട് അകന്ന്, ശരീരം വിട്ടാൽ കർത്താവിനോടുകൂടെ. സഹോദരന്മാരെ, നമ്മൾ ഈ ശരീരം വിട്ടാൽ ഇമ്മീഡിയറ്റ്ലി കർത്താവിൻ്റെ കൂടെയാണ്. ഫിലിപ്പ് ലേഖനത്തിൽ നമുക്കറിയാവുന്ന വാക്യമാണ്.
എന്നാൽ ഒരു സ്റ്റഡി ആയതുകൊണ്ട് നമുക്കതുകൂടെ നോക്കാം. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം. അവിടെ വായിക്കുന്നുണ്ട് 23-ാം വാക്യം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമാണ്. വിട്ടുപിരിഞ്ഞ്, ഇംഗ്ലീഷിൽ വായിച്ചാൽ ടു ബി ആബ്സെന്റ് ഫ്രം ബോഡി ആൻഡ് ടു ബി പ്രസന്റ് വിത്ത് ദ ലോർഡ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയാൽ ആ നിമിഷത്തിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അടുക്കലായിരിക്കും. ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോട് അകന്ന്, ശരീരം വിട്ടാൽ കർത്താവിനോട് കൂടെ. കർത്താവ് എവിടെയാണ്? സ്വർഗത്തിലാണ്, പിതാവിൻ്റെ വലത്ത് ഭാഗത്താണ്. അവിടെ നമ്മൾ ചെന്ന് ചേരും. നമ്മളെ വിട്ടുപിരിഞ്ഞവരൊക്കെ പഴയ നിയമകാലത്ത് നമുക്കറിയാം, പഴയ നിയമകാലത്ത് ഭക്തന്മാർ മരിച്ചപ്പോൾ അവർ പാതാളത്തിലോട്ട് പോയി. പക്ഷേ ആ പാതാളത്തിൻ്റെ മുകളിലത്തെ തട്ടിലായിരുന്നു. ദുഷ്ടന്മാർ താഴെയുള്ള പാതാളത്തിലോട്ടാണ് പോയത്. ദാവീദ് 86 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചു. ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാണ്, കീഴെയുള്ള പാതാളത്തെ അവന് ഒഴിഞ്ഞു പോകും. സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ 3 ദിവസം അവൻ മരിച്ച് ഈ പാതാളത്തിൽ ചെന്നിട്ട് പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ആ പഴയ നിയമഭക്തന്മാരുടെ ആത്മാക്കളെയും കൂടെ അവൻ കൊണ്ടുപോയി. ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ അവർ കാഴ്ചയാക്കി. ഇന്ന് ആ പാതാളം, മുകളിലുള്ള പാതാളം എംറ്റിയാണ്, അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് നമ്മൾ മരിച്ചാൽ അവിടെയാണ്. നമ്മളെ ഏറ്റവും ആശ്വസിപ്പിക്കുന്ന വസ്തുത അതാണ്. എൻ്റെ മകൻ്റെ മരണശേഷം ഒറ്റ കാര്യമാണ് എന്നെ ആശ്വസിപ്പിച്ചത്. ഒറ്റ കാര്യം. എപ്പോഴെൻ്റെ മനസ്സിൽ വേദന വരുന്നു അപ്പോൾ ഞാൻ ഈ വാക്യം ഓർക്കും, അത്യുത്തമമായ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമം. ഹീസ് ഇൻ എ ഫാർ ബെറ്റർ പ്ലേസ്. എനിക്കറിയില്ല അതിടത്തെ മഹത്വം. കർത്താവിൻ്റെ സന്നയിൽ ആ കൃപയുടെ മഹത്വം കണ്ട് അവിടെ ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. ഇനിയും നമ്മുടെ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം, ആ നിത്യമായൊരു വീട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കാൻ പോയി. ഏത് രാഷ്ട്രമെടുത്താലും അവർക്കൊരു തലസ്ഥാനമുണ്ട്. അമേരിക്കയുടെ തലസ്ഥാനം വാഷിങ്ടൺ DC. UK ഇംഗ്ലീഷുകാരുടെ തലസ്ഥാനമാണ് ലണ്ടൻ. വളരെ അഭിമാനം കൊള്ളുന്നു അവർ. ഓസ്ട്രേലിയൻസിൻ്റെ തലസ്ഥാനമാണ് കാൻബറ. എല്ലാ രാജ്യത്തിനും തലസ്ഥാനമുണ്ട്. സ്വർഗത്തിനും ഒരു തലസ്ഥാനമുണ്ട്. അതൊരു പട്ടണമാണ്. സ്വർഗത്തിൻ്റെ തലസ്ഥാനം ഒരു പട്ടണമാണ്. വെളിപ്പാട് 21 നോക്കാട്ടെ. 21. അത് വലിയൊരു പട്ടണമാണ്. 10-ാം വാക്യം. അവൻ എന്നെ ആത്മവീക്ഷതയിൽ ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ദൈവദേശമുള്ളതായി ഇറങ്ങി വരുന്നത് കാണിച്ചു തന്നു. ദ ഗ്രേറ്റ് സിറ്റി, ദ ഹോളി സിറ്റി. ഏത് പട്ടണവും പാപം ബ്രീഡ് ചെയ്യുന്ന സ്ഥലമാണ്. പാപം നിറഞ്ഞു നിൽക്കുന്നത് പട്ടണങ്ങളിലാണ്. ഒറ്റ സ്ഥലമേ ഉള്ളൂ വിശുദ്ധി എന്ന വാക്കുപയോഗിച്ച പട്ടണം. ഈ പട്ടണമാണ് ഹോളി സിറ്റി. ഇവിടെ വായിക്കുന്നു ദ ഗ്രേറ്റ് സിറ്റി, ദ ഹോളി സിറ്റി. അതിന് പേര് കൊടുത്തു ഹോളി ജെറുസലേം. നമ്മുടെ പൗരത്വം അവിടെയാണ്. നമുക്ക് അതോടുള്ള ബന്ധത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഈ 21, 22 അധ്യായം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ പട്ടണം. നമ്മൾ ഈ 21-ാം അധ്യായത്തിൽ വരുമ്പോൾ ഏതാണ്ട് 5 പ്രാവശ്യം ആദ്യത്തെ വാക്യങ്ങളിൽ പുതുതാക്കി എന്നുള്ള 21-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നോക്കിയാട്ടെ. ഇനി മരണം ഉണ്ടാകത്തില്ല. 1-ാം വാക്യം. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സമുദ്രം ഇനി ഇല്ല. പുതിയ യെരുശലേം, പുതിയ ആകാശം, പുതിയ ഭൂമി, അതുപോലെ തന്നെ പുത്തൻ യെരുശലേം, എല്ലാം ഇതാ ഞാൻ സകലവും. അതിൻ്റെ 5-ാം വാക്യം, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. അവിടെ പ്രവേശിക്കുന്നവർ ആരാ? പുതുതായി ജനിച്ചവരാണ്. പുതുതായി ജനിച്ചവരാണ്. എന്നാൽ ഇവിടെ ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും, സാധാരണ ചിന്തിക്കുന്നത് ഈ ഭൂമി അങ്ങ് മാറിയിട്ട് വേറെ ഒരു ഭൂമി വരുന്നെന്നാ. അല്ല,
അല്ല. ഈ ഭൂമി ഒരിക്കലും മാറത്തില്ല. പിന്നെന്തിനാ ഇതിന് പുതിയ ഭൂമി എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഇത് നമുക്കറിയാം, പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ലാംഗ്വേജിലാണ്. ഗ്രീക്ക് ലാംഗ്വേജിൽ 2 വാക്കുണ്ട്. നിയോസ്, പുതിയതിന് 2 വാക്കുണ്ട്. നിയോസ് എന്നും കെയ്നോസ് എന്നും. നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ i10 കാറ് വന്നിട്ടുണ്ട്. i10 അതിൻ്റെ പുറകിൽ ചില പുതിയ കാറിന് നിയോസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിയോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്കാണ്. നിയോസ് എന്ന് പറഞ്ഞാൽ ന്യൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അന്ന് വരെ ഇല്ലാതിരുന്നതും പുതുതായി സൃഷ്ടിച്ചതും. വേറെ ഒരു വാക്കുണ്ട് കെയ്നോസ്. കെയ്നോസ് എന്ന വാക്ക് ഓബ്ജക്റ്റ് അവിടെ ഉണ്ടായിരുന്നു, അതിനെ ഒന്നുകൂടെ പുതുക്കി. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കെയ്നോസ് ആണ്. പുതിയ ആകാശം പുതിയ ഭൂമി നിയോസ് അല്ല, കെയ്നോസ് ആണ്. നമുക്ക് ആ പഠനം ഒന്ന് നടത്താം. നമ്മൾ ഓർക്കണം, ദൈവം ഈ ഭൂമിയെ 7ാമത്തെ സ്റ്റേജിലാണ് ഈ പുതിയ ഭൂമി ഉണ്ടാകുന്നത്. 7 സ്റ്റേജ് ഉണ്ടാവും. ഭൂമിക്ക് 7 സ്റ്റേജ് ഉണ്ട്. ഞാൻ ഓടിച്ച് പറയാം. ഒന്നാമത് മനസ്സിലാക്കുക, ഈ ഭൂമി ഒരിക്കലും മാറുന്നില്ല. 1-2 വാക്യം വായിച്ചിട്ട് പോകാം. സഭാപ്രസംഗി 1:4 നോക്കിയാട്ടെ. സഭാപ്രസംഗി 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. The earth will abide forever, but the earth abides forever. ദൈവജനം പറയുകയാണ്, ഭൂമി എന്നേക്കും നിൽക്കും. വീണ്ടും 104-ാം സങ്കീർത്തനം അവിടെ വായിക്കുന്നു, നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ഇറ്റ് ഷുഡ് നോട്ട് ബി റിമൂവ്ഡ് ഫോറെവർ. അതൊരിക്കലും മാറ്റപ്പെടത്തില്ല. 119-ാം സങ്കീർത്തനം 90-ാം വാക്യം, യു എസ്റ്റാബ്ലിഷ് ദി എർത്ത് ആൻഡ് ഇറ്റ് അബൈഡ്സ്. നീ ഭൂമിയെ സൃഷ്ടിച്ചു, അത് നിലനിൽക്കുന്നു. ഭൂമി മാറുന്നില്ല. 7ാമത്തെ സ്റ്റേജിലാണ് ഈ പുതിയ ഭൂമി ഉണ്ടാകുന്നത്. അപ്പം 7 സ്റ്റേജ് എന്താണ്? ഞാൻ ഓരോ സെൻറ്റൻസിൽ കമ്പിവാചകം പോലെ പറഞ്ഞു പോകാം. നമുക്ക് ഓടിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1:1. നിങ്ങൾ ആ ഭൂമിക്ക് വേണമെങ്കിൽ ഒറിജിനൽ എർത്ത്, ദൈവം ആദ്യം സൃഷ്ടിച്ച ഭൂമി എന്ന് പേര് കൊടുക്കാം. ഒറിജിനൽ എർത്ത്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് പാഴിശൂന്യമായി കിടന്നെന്ന ആണോ നോക്കാം. ദൈവം സൃഷ്ടിച്ചപ്പോൾ പാഴിശൂന്യമായിരുന്നു. യെശയ്യാവ് 45 നോക്കി. യെശയ്യാപ്രവചനം 45-ാം അധ്യായം നോക്കിയാട്ടെ, അതിൻ്റെ 18-ാമത്തെ വാക്യം. യെശയ്യാവ് 45:18. ആകാശം സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനായിട്ട് അതിനെ സൃഷ്ടിച്ചത്. കണ്ടോ, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. വചനം പറയുന്നത് എന്താ? വ്യർത്ഥമായിട്ടല്ല സൃഷ്ടിച്ചത്. ദ ഒറിജിനൽ എർത്ത്. ദൈവം ആദ്യം സൃഷ്ടിച്ച ഭൂമിയെ പാഴിശൂന്യമായിട്ടല്ല സൃഷ്ടിച്ചത്. എന്തോ വലിയൊരു വിപത്ത് മൂലം അത് പാഴും ശൂന്യമായി മാറി. എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ദൂതന്മാരുടെ പാപമാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഒറിജിനൽ എർത്ത്, ദൈവം ആദ്യം സൃഷ്ടിച്ച ഭൂമി പാഴിശൂന്യമായി തീരുകയായിരുന്നു. ദൈവം ഒറിജിനലി സൃഷ്ടിച്ച ഭൂമിയെ പാഴിശൂന്യമായിട്ടല്ല സൃഷ്ടിച്ചത്. 2 ഉൽപ്പത്തി പുസ്തകം 1:2. ഉൽപ്പത്തി 1:2 അവിടെ വായിക്കുന്നു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. യെസ്, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. യെസ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. നമ്മൾ കണ്ടു, ദൈവം പാഴായിട്ടല്ല സൃഷ്ടിച്ചത്, പക്ഷേ ഭൂമി പാഴായി. കെയോറ്റിക് എർത്ത്, പാഴായ ഭൂമി. 2. 3 ഞാൻ പറഞ്ഞു പോകാം. ഉൽപ്പത്തി 1:3 തൊട്ട് 31 വരെയുള്ള വാക്യം, ദൈവം 6 ദിവസം കൊണ്ട് വീണ്ടും ഈ ഭൂമിയെ സൃഷ്ടിച്ചെടുക്കുന്നു. ഏഡനിക് എർത്ത്, ആദാമിനെ ഔവ്വമാരെ പാർപ്പിക്കാൻ ഓരോ ദിവസത്തിൻ്റെ അവസാനം നല്ലതെന്ന് കണ്ട് 6 ദിവസം കൊണ്ട് ആ സൃഷ്ടിപ്പ് പൂർത്തീകരിക്കുന്നു. എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. അത് 3ാമത്തെ സ്റ്റേജ്.
നാലാമത്തെ ഭൂമി എന്ന് പറയുന്നത് ഉൽപ്പത്തി 3:14-19 വരെയുള്ള വാക്യം. മനുഷ്യന്റെ അനുസരണക്കേട് മൂലം വീണുപോയ ഭൂമി, ഫോളൻ എർത്ത്. മുള്ളും പറക്കാരയും മുളച്ചു, ശാപം കടന്നു വന്നു, ദുഃഖവും കണ്ണുനീരും കടന്നു വന്നു. ഫോളൻ എർത്ത് നമ്മൾ കണ്ടു. ഒറിജിനൽ എർത്ത്, 2 കെയോറ്റിക് എർത്ത് അല്ലെങ്കിൽ തകർന്നുപോയ പാപത്തിന്റെ ഫലമായി വീണുപോയ ഭൂമി. ആ ഭൂമിയെ 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ച് ഏദൻ ഭൂമിയെ ഉണ്ടാക്കി. ആ ഭൂമി പാപം ചെയ്തതിന്റെ ഫലമായി വീണുപോയ ഭൂമി 4. 5 ജലപ്രളയം വന്ന ശേഷമുള്ള ഭൂമി, ഉൽപ്പത്തി 7:11. അതായത് അവിടെ വായിക്കുന്നുണ്ട്, ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ ഒരു വിധാനമുണ്ടായിരുന്നു. ഈ വിധാനത്തിലൂടെയാണ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വന്നത്. സൂര്യപ്രകാശം ഫിൽട്ടർ ചെയ്താണ് ഭൂമിയിൽ വന്നത്. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് വന്നപ്പോൾ മനുഷ്യന്റെ ആയുസ് 1000 വർഷം വരെ മനുഷ്യൻ ജീവിച്ചു. എന്നാൽ ജലപ്രളയ സമയത്ത് ഈ വിധാനം മുഴുവൻ താഴെ വന്നു വെള്ളം. ആ സൂര്യപ്രകാശം ഫിൽട്ടർ ചെയ്യാതെ നേരെ വരികയാണ്. 1000 വർഷം ജീവിച്ച മനുഷ്യൻ നേരെ 100 വയസ്സിലോട്ടായി. നോഹയുടെ ജലപ്രളയ ശേഷമുള്ള ഭൂമി, ആ ഭൂമിയിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. എന്തെല്ലാം ചെയ്താലും 100 വയസ്സിൽ കൂടുതലൊന്നും ജീവിക്കുകയില്ല. അതിൻ്റെ കാരണം ഇതാണ്. ഇനിയും കർത്താവിൻ്റെ സഹസ്രാബ്ദ ഭൂമി, 1000 ആണ്ട് വാഴ്ച ഇവിടെ ഭരിക്കുമ്പോൾ എല്ലാം യഥാസ്ഥാനപ്പെടുത്തും. അപ്പോസ്തലപ്രവൃത്തി 3:20-21 വരെ ഭൂമി അന്ന് ശബത്ത് അനുഭവിക്കും. അത് 6ാമത്തെ സ്റ്റേജാണ്. 7ാമത്തെ സ്റ്റേജാണ് പുതിയ ഭൂമി. പുതിയ ഭൂമി വരുന്നത് 7ാമത്തെ സ്റ്റേജാണ്. ആ പുതിയ ഭൂമി എങ്ങനെ ഉണ്ടാകും? തീ കൊണ്ട് ചുട്ടഴിച്ചിട്ട് ആ മാറ്ററിൽ നിന്നൊരു പുതിയ ഭൂമി ഉണ്ടായി വരും. സമുദ്രമില്ലാത്ത, പാപത്തിൻ്റെ ലവലേശം ലാഞ്ചനയില്ലാത്ത ആ ഭൂമിയിലാണ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന പട്ടണം, ആ പുത്തൻ യെരൂശലേം ഇറങ്ങി വരുന്നത്. യോഹന്നാൻ കണ്ടു, ഒരു വജ്രം പോലെ പ്രകാശിക്കുന്ന ഒരു പട്ടണം, വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. എബ്രായ ലേഖനം 12:22. അതിൻ്റെ പേരെന്താ? ഹെവൻലി ജെറുസലേം, സ്വർഗീയ യെരൂശലേം. എന്തിനാ അങ്ങനെ വിളിച്ചത്? കാരണം ഇത് ഉണ്ടാക്കുന്നത് സ്വർഗത്തിലാണ്. അവിടെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് സ്വർഗത്തിൽ ഉണ്ടാക്കിയതാണ്. അബ്രഹാം പിതാവിനോട് ദൈവം വെളിപ്പെടുത്തി. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു പട്ടണത്തിനായി കാത്തിരുന്നു. അത് ഉണ്ടാക്കിയതാണ്. ദൈവം ശില്പിയായി നിർമ്മിക്കാൻ പോകുന്നതല്ല, നിർമ്മിച്ചൊരു പട്ടണം. അബ്രഹാം കൂടാരത്തിൽ പാർത്തു. അബ്രഹാം വീട് പണിതില്ല. താൻ മക്കളെ കൊണ്ട് കൂടാരത്തിൽ പാർത്തു. താൻ ആ പട്ടണം വരുന്നു നോക്കിയിരുന്നു. തിരുവചനത്തിൽ വായിക്കുന്നു, ദൈവം അതുകൊണ്ട് അവരുടെ ദൈവം എന്ന് വിളിക്കുവാൻ മടി കാണിച്ചില്ല. ദൈവം തന്നെ പരിചയപ്പെടുത്തുന്ന എങ്ങനെ? ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഐ ആം സോ ആൻഡ് സോ. ഞാൻ ഇന്നയാളുടെ അമ്മാച്ചനാണ്, ഞാൻ ഇന്നയാളുടെ അനന്തരവനാണ്. ഒന്ന് കെയർ ഓഫ് പറയുന്ന പോലെ, ഐ ആം ദ ഗോഡ് ഓഫ് അബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. എന്തുകൊണ്ടാ? ദൈവം നിർമ്മിച്ച പട്ടണം നോക്കി അവരന്യരും പരദേശികളും എന്നെണ്ണി കൂടാരത്തിൽ പാർത്തപ്പോൾ ദൈവം മാനിക്കുകയാണ്. അത് ദൈവം ഉണ്ടാക്കിയ പട്ടണമാണ്, നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പട്ടണമാണ്. ഐ ഗോ ടു പ്രിപ്പയർ. ഞാനൊരു പട്ടണം ഒരുക്കാൻ പോവുകയാണ്. അത് സ്വർഗത്തിൽ നിന്ന് നമ്മൾ വായിച്ചു. ഇപ്പം 21-ാം അധ്യായത്തിൽ ഒരു ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്നത് കണ്ടു. ആരാണ് അത് ഒരുക്കിയത്? കർത്താവാണ്. ഞാൻ ഒരുക്കാൻ പോകുന്നു, ഒരുങ്ങിയിട്ട് താഴോട്ട് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. 6 ദിവസം എടുത്തുള്ളൂ ഈ ഭൂമിയെ ഒരുക്കിയെടുക്കാൻ. ഞാനൊരു ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർക്കും. 2000 വർഷമായിട്ട് അതിൻ്റെ പണി തീരുന്നില്ല. അതിൻ്റെ ബ്യൂട്ടി ചിന്തിക്കാനൊക്കില്ല. മനുഷ്യനെ പാർപ്പിക്കാൻ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു, എല്ലാം വാക്കുകൊണ്ട് നിർമ്മിച്ച ദൈവം തൻ്റെ കരം കൊണ്ടൊരു തോട്ടം നട്ടുണ്ടാക്കി. ഹി പ്ലാന്റഡ് എ ഗാർഡൻ. അവിടെയാണ് മനുഷ്യനെ കൊണ്ടാക്കിയത്.
ആ തോട്ടം എത്ര മനോഹരമായിരുന്നിരിക്കും! എന്തെല്ലാം വിഭവങ്ങളും എന്തെല്ലാം സസ്യങ്ങളും എന്തെല്ലാം പഴങ്ങളും നിറഞ്ഞൊരു തോട്ടമായിരിക്കും. ആ ഗാർഡൻ ഡിസൈൻ ചെയ്തത് ദൈവമാണ്. ആ ദൈവം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വീടൊരുക്കുകയാണ്. അവൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ അവൻ്റെ മണവാട്ടിക്ക് വേണ്ടി വീടൊരുക്കുകയാണ്. യഹൂദന്മാർ വിവാഹം ഉറപ്പ് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വീഞ്ഞെടുത്ത് രണ്ടുപേരും കുടിക്കും. ആ പാത്രത്തിൽ വീഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രഖ്യാപിക്കും, അവൾ എനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഷീ ഈസ് സെപ്പറേറ്റഡ് ഫോർ മീ. അവരൊന്നിച്ച് പാർക്കത്തില്ല. 1 വർഷമെടുക്കും അവർ പിന്നീട് ഒന്നിച്ച് പാർക്കാൻ. ഈ 1 വർഷം കൊണ്ട് ഈ മണവാളൻ തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പോയി ഒരു വീടൊരുക്കുകയാണ്. ആ പഴയ കാലത്ത് ആ വീടുകൾ എന്ന് പറഞ്ഞാൽ 1-2 മുറി തൻ്റെ വീടിനോട് ചേർത്തുണ്ടാക്കും. ഞാൻ ഇസ്രയേലിൽ പോയി അത് കണ്ടിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ പഴയ കയ്യാല കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ 2 മുറികൾ അവരുണ്ടാക്കിയെടുക്കും കൊണ്ടുവരുന്ന മണവാട്ടിയെ പാർപ്പിക്കാൻ. അത് 1 വർഷമെടുക്കും. അതൊരുക്കി കഴിയുമ്പോൾ രാത്രി പോയി അവളെ കൂട്ടുകാരും കൂടെ ചേർന്ന് കൂട്ടിക്കൊണ്ടുവരും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, 2000 വർഷം മുമ്പ് ഇവിടെ വന്ന് അവന് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്ത ഒരു നിർമ്മല കന്യകയായിട്ട് ഇവിടെ ഉണ്ട്. അവനെ നോക്കി പാർക്കുകയാണ് അവൾ. ഞാൻ പോയിരിക്കുകയാണ് വീടൊരുക്കാൻ, ഞാൻ ഒരുക്കി കഴിഞ്ഞാൽ വരും. 2000 വർഷമായിട്ട് അവനെ ഒരുക്കിയിട്ട് തീർന്നിട്ടില്ല. അതിൻ്റെ മഹത്വം വർണ്ണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കിയപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇനിയുള്ള സമയം കൊണ്ട് അല്പം കാര്യങ്ങൾ എടുത്ത് കാണിക്കാം. ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു. ഈ പട്ടണം നമ്മൾ ഓർക്കുക, ഇത് ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇവിടെ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. 25-ാം വാക്യം, 21-5. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുന്നില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ ബഹുത്വവും ബഹുമാനം അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാട് അതിൻ്റെ വിളക്കായിരിക്കും. അത് വായിക്കുന്നത് 23-ാം വാക്യം, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകും. അപ്പം അത് ഈ നഗരം പ്രകാശിപ്പിപ്പാൻ സൂര്യനും ചന്ദ്രനും വേണ്ട. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ ബൈബിളിൽ എബ്രായ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് കാണുന്ന മാതൃകപ്രകാരം വേണം സമാഗമന കൂടാരം ഉണ്ടാക്കാൻ. ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് ദൈവം പറഞ്ഞു, ഇത് സ്വർഗത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമാണ്. സ്വർഗത്തിൻ്റെ നിഴലാണ് സമാഗമന കൂടാരം. സമാഗമന കൂടാരം നോക്കിയാൽ ദൈവം വസിക്കുന്ന ഇടം സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്താണ്. അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അളവ് എത്ര? 10 ക്യൂബിറ്റ് നീളം, 10 ക്യൂബിറ്റ് വീതി, 10 ക്യൂബിറ്റ് ഹൈറ്റ്. അപ്പോൾ പഴയ നിയമകാലത്ത് ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞ സമാഗമന കൂടാരം സ്വർഗത്തിലെ നിഴലും ദൃഷ്ടാന്തവുമാണ്. അത് 10 ക്യൂബിറ്റ് നീളം, 10 ക്യൂബിറ്റ് വീതി, 10 ക്യൂബിറ്റ് ഹൈറ്റ്. 10 ക്യൂബിറ്റുള്ള ഒരു ക്യൂബാണ്. ജനലില്ല, ഒന്നുമില്ല. പക്ഷെ അതിനകത്ത് പ്രകാശം എന്തുവാ? ശേഖന്ന ഗ്ലോറി, ദൈവത്തിൻ്റെ തേജസ്. അത് പറയുന്നത് പുരോഹിതന്മാർ മറുഭാഗത്ത് തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഈ ശേഖന്ന ഗ്ലോറിയുടെ വെട്ടം അവിടെ അടിച്ചിരുന്നെന്നാണ്. ഇത് കെരൂബുകൾ പല നിറത്തിലുള്ള നൂലുകൾ കൊണ്ട് നെയ്തെടുത്തിരിക്കുന്ന കർട്ടനാണ് ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പുറത്ത് നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഈ പ്രകാശം അവിടെ അടിക്കുകയാണ്. 2 ശലോമോൻ ദേവാലയം പണിതു. 1 രാജാക്കന്മാർ 6:20 നിങ്ങൾ വായിച്ചോ. വീണ്ടും അതിവിശുദ്ധ സ്ഥലം ക്യൂബാണ്. 1 രാജാക്കന്മാർ 6:20. പക്ഷെ അവിടെ ഇരട്ടി വലുപ്പമുണ്ട്. 20 ക്യൂബിറ്റ് നീളം, 20 ക്യൂബിറ്റ് വീതി, 20 ക്യൂബിറ്റ് ഹൈറ്റ്. അതിൻ്റെ ഉള്ളിലും 1 രാജാക്കന്മാർ 6:20 നോക്കിയാൽ അതും 20 ക്യൂബിറ്റുള്ളൊരു ക്യൂബാണ്. അതിനകത്ത് ശേഖന്ന ഗ്ലോറി ശോഭിക്കുകയാണ്. ഇത് സ്വർഗത്തിൻ്റെ നിഴലാണ്, ദൃഷ്ടാന്തമാണ്.
21 അധ്യായം നോക്കിയ വെളിപാട് പുസ്തകം, അതിൻ്റെ 16 വാക്യം നോക്കിയാട്ടെ. 16 വാക്യം. എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ല. നഗരം സമചതുരമായി കിടക്കുന്നു, അതിൻ്റെ വീതിയും നീളവും സമം. അളവുകൾ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. സമാഗമന കൂടാരം 10 ക്യൂബിറ്റ് ക്യൂബ്. ശലോമോന്റെ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലം 20 ക്യൂബിറ്റ് ക്യൂബ്. സ്വർഗം ഇറങ്ങി വരുമ്പോൾ 1200 ഫർലോ, 1400 മൈല്. അതായത് കന്യാകുമാരിയിൽ നിന്ന് ഡൽഹി വരെയുള്ള നീളം, കന്യാകുമാരിയിൽ നിന്ന് ഡൽഹി വരെയുള്ള നീളം, അത്രയും നീളം, അത്രയും വീതി, അത്രയും ഉയരം. മുകളിലോട്ട് 1400 മൈല് വെറുതെ ഇട്ടിരിക്കുകയാണോ? ചുമ്മാ ഇട്ടിരിക്കുകയാണോ? ആമോസ് 9:6 ഒന്ന് വായിച്ചേരെ, ആർക്കെങ്കിലും കിട്ടിയെങ്കിലും ഒന്ന് വായിച്ചേ. ആമോസിന്റെ പുസ്തകം 9 അധ്യായത്തിന്റെ 6 വാക്യം നോക്കട്ടെ. നമുക്കൊരു സൂചന കിട്ടുന്നു. 1400 മൈല് മുകളിലോട്ട് കിടക്കുകയാണ്. എടുത്തോ 9:6. അവൻ ആകാശത്തിൽ തന്റെ മാളികമുറികളെ പണിയുകയും ഓ, he built his layers or stairs in heaven. സ്വർഗത്തിൽ അവൻ തട്ടുകളെ പണിതുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കാൻ പോകുന്നു. ആമോസ് രേഖപ്പെടുത്തി അവൻ സ്വർഗത്തിൽ തട്ടുകളെ പണിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1400 മൈല് മുകളിലോട്ട് വെറുതെ ഇട്ടിരിക്കുകയല്ല. YSKL സാറിനെ പോലെയുള്ളവര് തച്ചുശാസ്ത്രം അറിയാവുന്നവരായിരുന്നു. അവർക്ക് ഈ നീളവും വീതിയൊക്കെ കിട്ടിയപ്പോൾ അവർ കണക്ക് കൂട്ടി. 1400 മൈല് നീളം, 1400 മൈല് വീതി. അങ്ങനെയാണെങ്കിൽ നീളവും വീതിയും കൂടെ ഗുണിച്ചാൽ ഏറിയ കിട്ടും. അവർ കണക്കാക്കി അതിൻ്റെ ഒരു നില 122 കോടി ഏക്കറുണ്ട്. 122 കോടി ഏക്കർ ഒരു നില. അങ്ങനെ മുകളിലോട്ട് 1400 മൈല് കിടക്കുക. ഇനിയും വേണ്ട. ഇത് എന്തുകൊണ്ടാണ് പണിതിരിക്കുന്നതെന്നറിയാമോ? 21:2 നോക്കാട്ടെ. 21 അധ്യായത്തിന്റെ 2 വാക്യം. പുത്തൻ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടു. ഇറങ്ങുന്ന കണ്ടു. അതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 18ഉം 21ഉം 18 വാക്യം. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു. സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം. ഇംഗ്ലീഷിൽ എങ്ങനെയാ? ട്രാൻസ്പെറന്റ് ഗ്ലാസ്, പ്യുർ ഗോൾഡ്. നമ്മൾ സ്വർണത്തിന്റെ പല മാറ്റ് കണ്ടിട്ടുണ്ട്. 18 ക്യാരറ്റ്, 22 ക്യാരറ്റ്. പക്ഷെ ഇത്രയും ക്യാരറ്റ് കണ്ടിട്ടില്ല. ഗ്ലാസ് പോലെ ഇരിക്കുന്ന സ്വർണം. ഇവിടെ എഴുതിയിരിക്കുന്നത് പ്യുർ ഗോൾഡ് ലൈക്ക് ട്രാൻസ്പെറന്റ് ഗ്ലാസ്. അത് സ്വർഗത്തിലുള്ള മെറ്റീരിയലാണ്. കണ്ണാടി പോലെ ഇരിക്കുന്ന തനി തങ്കം, സ്വർണം കണ്ടിട്ടില്ല നമ്മൾ. അതിന്റെ 21 വാക്യത്തിലുമുണ്ട്. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരം ഓരോ മുത്ത് കൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിനൊക്കെ തങ്കവും ആയിരുന്നു. കണ്ടോ? പ്യുർ ഗോൾഡ്, ട്രാൻസ്പെറന്റ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിൻ്റെ അകത്ത് പ്രകാശം ഒരിക്കലും തടസ്സപ്പെടുത്തത്തില്ല. ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആണ്. ഇനിയും മതിലുണ്ട്. ആ മതിലുണ്ടാക്കിയിരിക്കുന്നത് 18 വാക്യം നോക്കി. എന്തുകൊണ്ടാണ് മതിലുണ്ടാക്കിയിരിക്കുന്നത്? പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊക്കെ തങ്കവും ആയിരുന്നു. മതിലുണ്ടാക്കിയിരിക്കുന്നത് ജാസ്പർ, സൂര്യകാന്തം. അതിന്റെ കളർ എന്താണെന്നറിയാവോ? ട്രാൻസ്പെറന്റ് ഗ്രീൻ, അകമ്പുറം കാണാവുന്ന പച്ച നിറം. ഈ പട്ടണം പ്യുർ ഗോൾഡ്, ഗ്ലാസ് പോലുള്ള ഗോൾഡ്. അതിന്റെ ചുറ്റുമുള്ളൊരു മതിലുണ്ട്. ഏതാണ്ട് 16,000 മൈല് ചുറ്റിക്കിടക്കുന്ന ഒരു മതില്. 144 ക്യൂബിറ്റാണ് ഇതിൻ്റെ ഈ മതിലിൻ്റെ പൊക്കം തന്നെ. ഈ മതിലിന് 12 ഗേറ്റ് ഉണ്ട്. 3 ഗേറ്റ് വെച്ച് 4 വശത്തുമുണ്ട്. ഓരോ ഗേറ്റിൻ്റെ മുകളിൽ ഓരോ ദൂതന്മാരിരിപ്പുണ്ട്.
ഈ ഓരോ ഗേറ്റിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമാണ് സമാഗമന കൂടാരം. 12 ഗോത്രം 4 വശത്ത് ക്യാമ്പ് ചെയ്തു. അത് ഇവിടെ കാണുകയാണ്. വീണ്ടെടുക്കപ്പെട്ട പുനരുത്ഥാനം പ്രാപിച്ച വിശുദ്ധന്മാർ ഈ പട്ടണത്തിൻ്റെ ഉള്ളിൽ പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും കൂടെ ഒന്നിച്ച് അതിൻ്റെ അകത്ത് കാണും. പുനരുത്ഥാനം പ്രാപിച്ചവർ, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ, അതിൽ പ്രത്യേകിച്ച് യഹൂദന്മാർ, ഈ ഓരോ മുത്തും ഓരോ ഗേറ്റാണ്. അവിടെ അവരുടെ പേരുണ്ട്. അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് അവർ ക്യാമ്പ് ചെയ്യും. അതിൻ്റെ അപ്പുറത്ത് വീണ്ടെടുക്കപ്പെട്ട ജാതികൾ അവിടെ കാണും. വീണ്ടെടുക്കപ്പെട്ട നേഷൻസ് അവിടെ കാണും. ദൈവം കൃത്യമായി ആ കാര്യങ്ങൾ അവിടെ എടുത്ത് പറയുകയാണ്. നമ്മൾ ഒന്നാലോചിച്ച് നോക്കുക. ഇനിയും ഇതിൻ്റെ അകത്ത് കർത്താവിൻ്റെ കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ്. പൗലോസിന് അഗ്രിപ്പ രാജാവിൻ്റെ മുന്നിൽ പൗലോസ് നിന്ന് പറയുന്നുണ്ട്, നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിഞ്ഞൊരു പ്രകാശം. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കണ്ടു, അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നു. നമ്മുടെ കർത്താവ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കും, പിതാവായ ദൈവം. ഈ വേണ്ട, നമ്മളെല്ലാം കൂടെ അതിനകത്ത് വസിക്കുക. ബ്രദറെ, മത്തായി 13 എടുത്തേ. ഇനി ഇതുകൂടെ ഒന്ന് വായിച്ചേ. മത്തായി 13:43 നമ്മളെങ്ങനെയായിരിക്കും നോക്കിയേ. മത്തായി 13:43. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. അയ്യോ അയ്യോ, ഒന്ന് വായിച്ച് കണ്ടോ. നമ്മൾ ഓരോരുത്തരും സൂര്യനെ പോലെ ആവും. പുത്രൻ സൂര്യനെ കവിഞ്ഞ പ്രകാശം, പിതാവായ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചം. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട പുനരുത്ഥാനം പ്രാപിച്ചവർ ഓരോരുത്തരും സൂര്യന്മാരാകും. കോടാനുകോടി സൂര്യന്മാർ ഒന്നിച്ചിരുന്ന പ്രകാശം എങ്ങനെയിരിക്കും? അവിടെ സൂര്യനും ചന്ദ്രനും വേണ്ട. ആ പ്രകാശം അവിടെ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഭിത്തിയല്ല, തനി തങ്കം, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നു, ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ലോകം മുഴുവൻ നടക്കുന്നത് അതിൻ്റെ വെളിച്ചത്തിലായിരിക്കും. സ്വർഗം എവിടെയാണ്? പറയാം. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ, ഞാൻ വാക്യങ്ങൾ എടുക്കാതെ പറയട്ടെ, ദൈവം വസിച്ച അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ പുരോഹിതന്മാർ നിന്ന് സൂക്ഷിച്ചത് ആ തിരശ്ശീല 2ആയി കീറിപ്പോയി. വീണ്ടെടുക്കപ്പെട്ട് പൂർത്തീകരിക്കുമ്പോൾ, വീണ്ടെടുപ്പ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ, എൻ്റെ സഹോദരന്മാരെ, ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, സ്വർഗവും ഭൂമിയും ഒന്നായി മാറും. ഈ ഭൂമിയിലായിരിക്കും പിതാവായ ദൈവം വന്ന് വസിക്കാൻ പോകുന്നത്. സ്വർഗം ഇവിടെയായിരിക്കും. പലരും ചോദിക്കും, സ്വർഗം എവിടെയാണ്? കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിലുള്ള തിരശ്ശീല കീറി ഒന്നായി തീർന്ന പോലെ നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതായത് കാലത്തിൻ്റെ തികവിൽ ദൈവം എല്ലാം ഒന്നാക്കി തീർക്കുക. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതായത് കാലത്തിൻ്റെ തികവിൽ. ആ വാക്യം നമുക്കൊന്ന് വായിച്ചേക്കാം. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ എല്ലാം ഒന്നാക്കി തീർക്കും. സ്വർഗവും ഭൂമിയും. ദൂതന്മാർ ഇന്ന് സ്വർഗത്തിലാണ് വസിക്കുന്നത്. ദൂതന്മാർ. ഈ ഭൂമി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ പുത്തൻ യെരൂശലേമിന്റെ അകത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, ഞാനും നിങ്ങളും, പുനരുത്ഥാനം പ്രാപിച്ചവർ, സൂര്യനെ പോലെ ആയിത്തീർന്നവർ, പിതാവിനോടും പുത്രനോടും കൂടെ ഇതിൻ്റെ അകത്ത് വീണ്ടെടുക്കപ്പെട്ട 12 ഗോത്രങ്ങൾ. ഈ ഓരോ ഗോത്രങ്ങളുടെ പേരുകൾ എഴുതി എൻ്റെ ചുറ്റും. അതിൻ്റെ അപ്പുറത്ത് വീണ്ടെടുക്കപ്പെട്ട ജാതികൾ. ദൂതന്മാരോ, അവർ സ്വർഗത്തിൽ വസിക്കുകയാണ്. ആ സ്വർഗവും ഭൂമിയും ഒരു ശിരസിൻ്റെ കീഴിൽ വരും. ആ തിരശ്ശീല കീറി വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഒന്നായി ചേർന്നതുപോലെ ആ സ്വർഗവും ഭൂമിയും ഒരു ശിരസിൻ്റെ കീഴിൽ വരും. അന്ന് ഈ ഭൂമി സ്വർഗമായി മാറും.
ഇതാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. അത് കാലത്തിൻ്റെ തികവിലാകുമെന്നാണ് ഇപ്പം വായിച്ചത്. ദൈവം അതിനുവേണ്ടി കാത്തിരിക്കുന്നു. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. എന്നാൽ ഒരു കാര്യം കൂടി ഓർപ്പിച്ച് എൻ്റെ പ്രസംഗം നിർത്താം. ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ എടുത്തോട്ടെ, ക്ഷമിക്കണേ. ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. അതായത് ഈ പുതിയ ഭൂമിയിൽ നമ്മളല്ല പെറ്റുപെരുകുന്നത്, എന്നാൽ ഭൂമിയിലുള്ള ജനങ്ങൾ പെറ്റുപെരുകും. യഹൂദന്മാർ പെറ്റുപെരുകും, ജാതികൾ പെറ്റുപെരുകും. മരണമില്ല, ജനനമേ ഉള്ളൂ. മരണമില്ല, ജനനമേ ഉള്ളൂ. അങ്ങനെ ആളുകൾ പെറ്റുപെരുകി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി നിറയത്തില്ല ഏതെങ്കിലും ഒരു കാലത്ത്? എന്തെങ്കിലും ഒരു സൂചന ബൈബിളിലുണ്ടോ? ഇങ്ങനെ മരണമില്ലെന്നുള്ളത് മാറ്റിക്കളയും, സദാകാലത്തേക്ക് മാറ്റും. ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ യെശയ്യാപ്രവചനം 9-ാം അധ്യായം 6-7 വാക്യം നോക്കി. ആ വാക്യം വിശ്വസിക്കുന്നുണ്ടോ? യെശയ്യാ 9-ന്റെ 6-7 വാക്യം. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. അവന്റെ ആധിപത്യത്തിന്റെ വർധന, ഓഫ് ദ ഇൻക്രീസ് ഓഫ് ഹിസ് ഗവൺമെന്റ്, ഓഫ് ദ ഇൻക്രീസ് ഓഫ് ഹിസ് ഗവൺമെന്റ് ആൻഡ് പീസ് ദെർ വിൽ ബി നോ എൻഡ്. അവന്റെ ഗവൺമെന്റ് വളർന്നുകൊണ്ടിരിക്കും. കർത്താവിന്റെ രാജ്യം വളർന്നുകൊണ്ടിരിക്കും. പ്രസവം നടക്കും, മരണമില്ല. ബൈബിളിൽ എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ? ഈ ഭൂമിയിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? 2 വാക്യം ഞാൻ കാണിക്കാം. ഇയ്യോബിന്റെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. 38-ാം അധ്യായം ഒന്ന് എടുക്കാം. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം. സൗരന്മാരെ, നമ്മുടെ ഭാഗ്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇയ്യോബിന്റെ പുസ്തകം 38-ന്റെ 4 തൊട്ടുള്ള വാക്യം, 4 തൊട്ട് 7 വരെ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിന്റെ അളവ് നിയമിച്ചവനാർ നീ അറിയുന്നുവോ? അല്ല, അതിനെ അളവ് നൂൽ പിടിച്ചവനാർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവനാ? ദൈവം തന്റെ സർവ്വ ആധിപത്യത്തെക്കുറിച്ചും സർവ്വജ്ഞാനത്തെക്കുറിച്ചും ഇയ്യോബിനോട് സംസാരിക്കുകയാണ്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ 2 കാര്യം സംഭവിച്ചു. നോക്കിയാട്ടെ, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിച്ചു. തീർന്നില്ല, ദൈവപുത്രന്മാരും എല്ലാം സന്തോഷിച്ചു. ഏതാണ് ഈ 2 കാര്യങ്ങൾ? ഒന്ന്, ദൈവപുത്രന്മാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെയാണ്, പ്രഭാത നക്ഷത്രങ്ങൾ. യേശുക്രിസ്തുവാണ് ഇതെന്ന് പറയുന്നവരുണ്ട്. അല്ലെന്നുള്ള തെളിവ് ഞാൻ ആ ബുക്കിൽ കുറെ എഴുതിയിട്ടുണ്ട്. ഒരിക്കലും പ്രഭാത നക്ഷത്രങ്ങൾ ബഹുവചനത്തിൽ ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കത്തില്ല. പിന്നെ ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത് സ്മോൾ ലെറ്ററിലാണ്, ക്യാപിറ്റൽ ലെറ്റർ കർത്താവിന് വേണ്ടി ഉപയോഗിക്കും. കർത്താവിനെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് ആരാ? ശാസ്ത്രലോകം പറയുന്നു ഇങ്ങനെ ഒരു കൂട്ടം നക്ഷത്രജാലങ്ങളുണ്ട്. മോർണിംഗ് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു കൂട്ടം നക്ഷത്രജാലങ്ങളുണ്ട്. അതാണ് ഈ പ്രഭാത നക്ഷത്രങ്ങൾ. ഇനി നോക്കാം, അന്ധകാര യുഗം, ദ്വൈതര കാലയളവ്. വെളിപാട് പുസ്തകം എടുത്താട്ടെ. വെളിപാട് പുസ്തകം 2-ാം അധ്യായം സഭയ്ക്ക് പ്രതിഫലമായി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ പ്രതിഫലമാണ്, ആ വാക്യമാണ് നമുക്കിവിടെ പ്രകാശം തരുന്നത്. 2-ാം അധ്യായത്തിൻ്റെ ഇവിടെ കാത്തലിക് ചർച്ച് മാത്രമേ അന്ന് ലോകത്തിലുള്ളൂ. അവർ ലോകത്തെ ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർ ലോകത്തെ ഭരിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം പേരോട്, നിങ്ങൾ 24-ാം വാക്യം 2-ാം അധ്യായം 24-ന്റെ അവസാനം, ത്വയ്തയറിലെ ശേഷം പേരോട്. ശേഷം എന്ന് പറഞ്ഞാൽ ഈ റോമൻ കത്തോലിക്ക സഭയുടെ ഉപദേശത്തിന് കീഴ്പ്പെടാതെ ജീവിച്ചവർ. അവരോട് കർത്താവ് പറയുകയാണ് 25-ാം വാക്യം, ഞാൻ വരും വരെ എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരെ പിടിച്ചുകൊള്ളുക, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും. അവൻ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകും. സങ്കീർത്തനം 2-ൽ നിന്നുള്ളതാണ്.
അത് 1000 ആണ്ട് വാഴ്ചയാണ്. കത്തോലിക്ക സഭ ലോകത്തെ ഭരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ എന്നോട് വിശ്വസ്തരായി പാർത്താൽ എന്നോടുകൂടെ എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ 1000 ആണ്ട് വാഴ്ചയിൽ ഭരിക്കാൻ ഞാൻ അധികാരം തരും. അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്തത് എന്തുവാ? ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. I will give him morning star also. ഇതാണ് യോബിനോട് ദൈവം പറഞ്ഞത്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ആ പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന നക്ഷത്രജാലങ്ങൾ സന്തോഷിച്ചതിൻ്റെ കാരണം ഈ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ മനുഷ്യൻ നിറഞ്ഞു കഴിയുമ്പോൾ അവിടെയും അവരെ പാർപ്പിക്കും. സൗരന്മാരെ, നാം കർത്താവിനോട് കൂടെ ഇതെല്ലാം ഭരിക്കും. ഭൂമിയെ മാത്രമല്ല, എന്നും വളർന്നുകൊണ്ടിരിക്കുന്നവൻ്റെ രാജ്യം നമ്മളവിടെ ഭരിക്കും. നമ്മൾ പിതാവിനോടും പുത്രനോടും കൂടെ വസിക്കും. അവനൊരുക്കുന്ന വീട് നമ്മളൊരു ഗ്ലിംസ് അല്പമെങ്കിലും കാണുകയുണ്ടായി. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇത് പ്രകാശത്തിൻ്റെ പട്ടണമാണ്. എന്നാൽ മറുഭാഗം നരകം പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. ഇവിടെ പാട്ടും സന്തോഷമാണെങ്കിൽ അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. സ്വർഗം വിശുദ്ധന്മാരുടെ പാർപ്പിടമാണ്. പിതാവിനോടും പുത്രനോടും കൂടെ നമ്മൾ വസിക്കാൻ പോവുകയാണ്. ഞാനിവിടെ നിർത്തട്ടെ. നമ്മുടെ ഭാഗ്യം എത്ര വലുതാണ്! സ്തോത്രം. നന്ദിയല്ലാതെ നമുക്കൊന്നുമില്ല. നമുക്ക് ലഭിച്ച ഭാഗ്യം വർണ്ണിച്ച് തീരാൻ കഴിയില്ല. എന്നാൽ ക്രിസ്തുവില്ലാതെ മരിക്കുന്നവൻ്റെ നിത്യത എത്ര ഭയാനകം! കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവനോട് നന്ദിയുള്ളവരായി വരുന്ന നാളുകളിൽ ജീവിക്കാം. നമ്മളാൽ കഴിയുന്നത് ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ. 2 മിനിറ്റ് മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാക്കി നമ്മളെ മാറ്റി. അപ്പോൾ തന്നെ വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന അനവധി ആളുകൾ ഈ സന്തോഷത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയും അവരോട് സുവിശേഷം പറയാനുള്ള വ്യഗ്രതയും ആഗ്രഹവും നമ്മളിൽ വർദ്ധിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ചില വാക്കുകൾ മാത്രം നന്ദിയോടെ വാചകങ്ങളായിട്ട് ഞാൻ പറയുന്നു. ഈ ക്ലാസ് ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് ചുറ്റും എന്നോട് കൂടെ വിവിധ സ്ഥലസഭകളിലെ സഹോദരന്മാർ ഒരുമിച്ച് ആഗ്രഹിച്ചിരുന്നു. അവരോട് ഞാൻ ഷെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ക്ലാസ് ക്രമീകരിക്കാനിടയായി തീർന്നത്. അതിനുവേണ്ടി പിൻപിൽ പ്രവർത്തിച്ച അനവധി സഹോദരന്മാരും സഭകളുണ്ട്. ഈ ക്ലാസ് 1-ാം ദിവസം മുതൽ കടന്നു വന്ന് തൃശ്ശൂർ ജില്ലയുടെ വിവിധ സ്ഥലം സഭകളിൽ നിന്നുള്ള, അത് നമ്മുടെ വ്യത്യസ്തമായിരിക്കുന്ന സഭാ വ്യത്യാസമന്യേ എല്ലാവരും വരുവാനും കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അത് ഞങ്ങളെ വളരെ സന്തോഷം അനുഭവിക്കുവാനിടയായി തീർന്ന നിമിഷങ്ങളാണ്. അത് കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട്. ആ നിലയിൽ കടന്നു വന്നവരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ പല സഭകളിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാർ മാത്രമല്ല, സുവിശേഷന്മാരെ, എൽഡേഴ്സ് എല്ലാവരും വന്നു. ഇവിടെ വന്ന ഓരോ ശുശ്രൂഷ നിർവഹിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ബെന്നി മാത്യു സഹോദരനാണ്. അതിനു മുമ്പ് ഇവിടെയുള്ള ചില സഹോദരന്മാർ കടന്നു വന്ന് ഒരു പാട്ടിൻ്റെ 2 അടി പാടിയതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ മെസ്സേജ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഓരോ സുഹൃത്തുക്കൾക്കും, നമ്മുടെ അക്രൈസ്തവരായിരിക്കുന്ന ആരോടെങ്കിലും നിങ്ങൾ വിശേഷം പറയുമ്പോൾ ഈ മെസ്സേജ് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലാണല്ലോ ജീവിക്കണേ, അത് അയച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനോട് നന്ദിയും സ്നേഹവും ഈ സഭയ്ക്ക് വേണ്ടി, ഈ കൂടിയൊരുവിന് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സഹോദരന്മാർ കടന്നു വന്ന് പ്രാർത്ഥിക്കും. എല്ലാവർക്കും തിരക്കാണെന്ന് എനിക്കറിയാം. ജെയ്സൺ, സഹോദരന്മാർ വരിക. എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ സമയമില്ല. പലർക്കും പോകാനായിട്ട് തിരക്കുണ്ട്, സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. 2 അടി പാട്ട് ജോബ് സഹോദരനും ജെയ്സണും കൂടെ പാടും. അപ്പോൾ ബെന്നി മാത്യു സഹോദരൻ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പുത്തനമേരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇജ്ജലയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനമേരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇജ്ജലയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം, കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന
സന്തോഷമിട്ട് നാം തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നടുവെത്തും സർവവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നടുവെത്തും സർവവും തീർന്നിടും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. പുത്തനാമേ യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാമേ യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. നമുക്ക് വീണ്ടും നന്ദിയോടുകൂടെ പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഞങ്ങളുടെ നിത്യമായ ഭവനത്തെക്കുറിച്ചുള്ള ആലോചനകൾ നിന്റെ ദാസനെ പ്രകാശിപ്പിച്ചു കൊടുത്തു. അത് ഞങ്ങൾക്ക് പകർന്നു തന്നു. ഞങ്ങൾ അതിനായിട്ട് നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങൾ ഈ വചനം വായിച്ചിട്ടുണ്ടെങ്കിലും വേണ്ടത്ര നിലയിൽ ഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ചെറിയ നിലയിലെങ്കിലും ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ ഈ വിഷയം ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം. അത് നല്ല നിലത്ത് വീണ വിത്തുകൾ പോലെ തുടർന്നും ഞങ്ങൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഇത് ധ്യാനിച്ച് ഞങ്ങളുടെ സ്വർഗീയമായ ആ നിത്യമായ ഭവനത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിച്ച് ദൈവമുമ്പാകെ നന്ദിയുള്ളവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളൊരു ഹിന്ദു ദേശത്താണ് ജനിച്ചു വളർന്നത്. ഇപ്പോഴും വിഗ്രഹാരാധികളുടെ മധ്യ തന്നെയാണ് ഞങ്ങളായിരിക്കുന്നത്. എന്നാൽ ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് സത്യം അറിയുവാനും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുവാനും ഇടയാക്കി എന്നുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇനിയും ഒരു മീറ്റിംഗ് നാളെ വെക്കുന്നുണ്ടല്ലോ. അവിടെ നിന്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കണം. നിന്റെ ദാസനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, തൻ്റെ പുത്രൻ്റെ മരണ സങ്കടം വേർപാടിൻ്റെ അനുഭവം ഉണ്ടായപ്പോഴും വളരെ പ്രത്യാശയോട് കൂടി ഈ വചനം പഠിക്കുവാൻ നിന്റെ ദാസന് കൃപ ചെയ്തല്ലോ. കൊടുത്ത ആത്മനിറവിനായിട്ട് സ്തോത്രം. അത് ഞങ്ങൾക്കും അനുഭവിക്കാൻ ഇടയായി. തൻ്റെ ദാസന് നടത്തുന്ന നീതിപാതകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദാവീദ് അങ്ങനെയാണ് പറഞ്ഞത്, എന്നെ നടത്തുന്ന നീതിപാതകൾ, നിന്റെ ദാസനെ നടത്തുന്ന നീതിപാതകൾക്കായിട്ട് സ്തോത്രം. ഇന്ന് അനേകർക്ക് ഒരു ആശ്വാസമായി കർത്താവെ ആ സ്വർഗീയ ഭവനത്തെ വെളിപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിച്ചു. ഞങ്ങൾ കഴിഞ്ഞ നാളുകളൊക്കെയും ഹൃദ്യമായി പ്രാർത്ഥിച്ചു. അത് അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടു. കർത്താവെ, ഈ മീറ്റിങ്ങിനെ എത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. കടന്നു വന്ന എല്ലാവരെയും ആ നിലയിൽ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ആ നിത്യമായ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ ഭവനത്തിൽ തിരിച്ചുപോയി. കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഏറ്റവും അധികരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. പിശാചിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കർത്താവ്. എന്നാൽ അതിലൊന്നും പെടാതെ ഞങ്ങളുടെ ആ സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ദിനംപ്രതി തന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പുതുക്കി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രിയദാസന് ഇനിയുള്ള മീറ്റിങ്ങുകളിലും ഈ വചനം ഘോഷിപ്പാൻ അവിടുന്ന് സഹായിക്കണം. പലർക്കും അസാധ്യമായ നിലയിലുള്ള ക്രമീകരണമാണ് നിന്റെ ദാസനോട് ചെയ്തിട്ടുള്ളത്. അത് അനേകർക്ക് പ്രയോജനപ്പെടുവാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ, കർത്താവിനെ മുമ്പാകെ നീ വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ ഈ വചനം കേൾവി ഞങ്ങളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടല്ലോ. നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തിരുനാമ മഹത്വത്തിനായിട്ട് എല്ലാം സാധ്യമാക്കി തീർക്കണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയോടുകൂടി അപേക്ഷിച്ചുകൊള്ളുന്നു.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ കൂട്ടായ്മയും ഇന്ന് കടന്നു വന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് നിന്റെ ദാസനോടും അതുപോലെ ഇനി നടക്കാൻ പോകുന്ന മീറ്റിങ്ങുകളോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.